ഈശോയോട് നമുക്ക് ഹൃദയത്തിൽ നന്ദി പറയാം. ദൈവപിതാവിനാൽ ആകർഷിക്കപ്പെട്ട് പരിശുദ്ധ ദൈവമാതാവ് ജീവനോടെ പ്രത്യക്ഷയായ ഈ അൾത്താരയിൽ ഈ ആരാധനാ സമയം നമ്മളെ ഒരുമിച്ച് കൂട്ടിയ ദൈവപിതാവിൻ്റെ സ്നേഹത്തിന് നമുക്ക് പ്രത്യേകമായിട്ട് നന്ദി പറയാം. 2004 ഡിസംബർ 7-ാം തീയതി ഉച്ചകഴിഞ്ഞ് 2:30 ഇതുപോലൊരു ആരാധന മധ്യയാണ് ദൈവമാതാവ് ഈ അൾത്താരയിൽ സമയഘടികാരം നെഞ്ചിൽ ചാർത്തി പ്രത്യക്ഷയായിക്കൊണ്ട് ദുരന്തം ഉണ്ടാകുവാൻ പോകുന്നു, പ്രാർത്ഥിക്കണമെന്ന വലിയ ദൈവിക സന്ദേശം കൈമാറിയത്. ജീവിതത്തിൻ്റെ വിവിധ ദുരന്തമുഖങ്ങളിലായിരുന്നു കൊണ്ടാണ് നമ്മളും പരിശുദ്ധ അമ്മ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട ഈ ആലയത്തിൽ വന്ന് മരിയൻ ഉടമ്പടി എടുത്തുകൊണ്ട് ദുരന്തമുഖത്തെ അതിജീവിക്കുവാൻ, ദൈവകൃപ ആർജിക്കുവാൻ ഈ ആലയത്തിൽ എത്തിച്ചേർന്നിട്ടുള്ളത്. ഈ ധ്യാനം നയിക്കുവാൻ പോകുന്ന കൃപാസനത്തിൻ്റെ സ്ഥാപക ഡയറക്ടറായ ബഹുമാനപ്പെട്ട VP ജോസഫ് അച്ഛനെ പ്രത്യേകമായിട്ട് ഈ അൾത്താരയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ആരാധനയിലുടനീളം അച്ഛനിലൂടെ ഈശോയെ നീ തന്നെ ഞങ്ങളോട് സംസാരിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. മരിയൻ ഉടമ്പടി നിബന്ധനകൾ ഏറ്റവും വിശ്വസ്താപൂർവം പാലിച്ച് എത്രയും വേഗം സാക്ഷികളായി ഉയർത്തപ്പെടാനുള്ള വലിയ കൃപയ്ക്ക് വേണ്ടി ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം. ഒപ്പം തന്നെ നാളുകളായി കൃപാസനത്തിൽ വന്ന് മരിയൻ ഉടമ്പടി എടുത്ത് പോയിട്ടുള്ള ഓരോ മക്കളെയും പ്രത്യേകമായിട്ട് അൾത്താരയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ഒപ്പം തന്നെ ലോകത്തിൻ്റെ വിവിധ ഭൂഖണ്ഡങ്ങളിലായിരുന്നു കൊണ്ട് ഓൺലൈൻ ഉടമ്പടി എടുത്ത് പ്രാർത്ഥിക്കുന്ന മക്കളെയും പ്രത്യേകമായിട്ട് ഈ അൾത്താരയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. എല്ലാവരെയും പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സ്ഥിരം സാക്ഷികളാക്കാൻ കൃപയാകണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ദിവ്യകാരുണ്യ നാഥനെ വരവേറ്റുകൊണ്ട് നമുക്ക് ഇരുകരങ്ങളും ഉയർത്തി ശക്തമായി സ്തുതിക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. മഹത്വം, മഹത്വം, ആരാധന, ആരാധന. ഈശോയേ, നിന്റെ ശക്തി ഈ സമയം ഈ ആലയത്തിൽ പ്രകടമാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പോസ്തല സമൂഹത്തോടൊപ്പം ദൈവമാതാവിനോട് പ്രാർത്ഥിച്ച സിഹിയോൻ പാളിയിലേക്ക് ആത്മാവിന്റെ ശക്തി അയച്ചതുപോലെ ഇപ്പോൾ ഞങ്ങളുടെ ഈ സമൂഹത്തിലേക്കും ആത്മാവിന്റെ ശക്തി അയക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പുത്തൻ പെന്തക്കോസ്ത് അനുഭവം നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. സാക്ഷികളാക്കി ഉയർത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. തിരുക്കൈകളിലെ
സൗഖ്യം ചേർന്ന് പാടിക്കാം. സൗഖ്യം തരണേ, സൗഖ്യം തരണേ, സൗഖ്യം തരണേ. പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നമുക്കെല്ലാവർക്കും കൃപാസനം പ്രത്യക്ഷീകരണ മധ്യസ്ഥ പ്രാർത്ഥന ഏറ്റുചൊല്ലി പ്രാർത്ഥിക്കാം. അമ്മേ പരിശുദ്ധ അമ്മേ, അമ്മേ പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. സ്തുതിച്ചു പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. നാളിതുവരെ ഞങ്ങൾക്ക് ലഭിച്ച എല്ലാ കൃപകൾക്കും അനുഗ്രഹങ്ങൾക്കും നന്ദി പറയുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. മഹത്വം, മഹത്വം. ദൈവപിതാവേ നന്ദി, ദൈവപിതാവേ മഹത്വം, ദൈവപിതാവേ ആരാധന. പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. അമ്മേ പരിശുദ്ധമ്മേ, അമ്മേ പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7-ാം തീയതി 2004 ഡിസംബർ 7-ാം തീയതി ഉച്ചകഴിഞ്ഞ് 2:30 ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ വസ്തുനിഷ്ഠവും ദൈവശാസ്ത്ര വിധി പ്രകാരമുള്ളതുമായ അന്വേഷണ പഠനങ്ങൾ നടത്തി ആ പ്രത്യക്ഷപ്പെടലിലൂടെ പ്രകടമായ ദൈവമാതാവിന്റെ പ്രത്യേക കരുതലും സംരക്ഷണവും വെളിപ്പെടുത്തുന്ന പീഡിതരുടെ ആശ്വാസവും പ്രവാചകന്മാരുടെ രാജ്ഞിയും വാഗ്ദാനത്തിന്റെ പേടകവും പ്രപഞ്ച പ്രകൃതിയുടെ മാതാവുമായ പരിശുദ്ധ അമ്മയുടെ ഭക്തി തിരുസഭയിൽ കൂടുതൽ പ്രചരിച്ച് ജീവിതത്തിന്റെ ദുരിത ദുരന്ത അവസ്ഥകളിൽ അകപ്പെട്ട് കഴിയുന്ന അനേകായിരം മക്കൾക്ക് ദൈവത്തിന്റെ സാന്നിധ്യവും സന്ധിപ്പും കൂടുതൽ അനുഭവിക്കുക വഴി ആത്മീയ വിശുദ്ധിയും ദൈവശക്തിയും കൈവരിക്കുവാൻ ഞങ്ങളുടെ കുടുംബങ്ങളെ ഇടയാക്കണമേ. സ്തുതിച്ചു പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. മരിയൻ ഉടമ്പടി എടുത്ത് പ്രാർത്ഥിക്കുന്ന ഞങ്ങളുടെ കുടുംബങ്ങളെ വിശുദ്ധീകരിക്കണമേ, ശക്തീകരിക്കണമേ, ആത്മാവാൽ വഴി നടത്തണമേ, സാക്ഷികളാക്കി ഉയർത്തണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. മഹത്വം, മഹത്വം. ദൈവപിതാവേ നന്ദി, ദൈവപിതാവേ മഹത്വം, ദൈവപിതാവേ ആരാധന. ഹല്ലേലൂയ.
എന്നിൽ നിറയണമേ. പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. അമ്മേ പരിശുദ്ധ അമ്മേ, അമ്മേ പരിശുദ്ധ അമ്മേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങയ്ക്ക് അങ്ങയ്ക്ക് ഭൗമ സംരക്ഷണത്തിനായി ഭൗമ സംരക്ഷണത്തിനായി പ്രപഞ്ച പ്രകൃതിയെ തന്നെ പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധ അമ്മേ, പരിശുദ്ധ അമ്മേ, ജപമാല മാതാവേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനകളോടും ചേർത്ത് സകല കൃപാസനം പ്രാർത്ഥനകളോട് ചേർത്ത് ഞങ്ങൾ ഇപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ സമൂഹത്തിന്റെ പ്രത്യേക നിയോഗങ്ങളും മൗനമായിട്ട് നമ്മുടെ വ്യക്തിപരമായിട്ടുള്ള പ്രാർത്ഥനാ വിഷയങ്ങളും ഒപ്പം തന്നെ സമാനമായിട്ടുള്ള ജീവിത ദുരിതങ്ങളിലൂടെ കടന്നു പോകുന്ന സഹോദരങ്ങളെയും കൃപാസനത്തിൽ ജീവനോട് പ്രത്യക്ഷയായ ദൈവമാതാവിൻ്റെ മധ്യസ്ഥതയിൽ ദിവ്യകാരുണ്യ സന്നിധിയിൽ സമർപ്പിച്ച് ഒരു നിമിഷം പ്രാർത്ഥിക്കാം. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. സ്തുതിച്ചു പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. മഹത്വം, മഹത്വം, ആരാധന, ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ആരാധന, ആരാധന, ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ മഹത്വം, മഹത്വം, മഹത്വം. ഹല്ലേലൂയ, ഹല്ലേലൂയ. മഹത്വം, മഹത്വം, മഹത്വം. ആരാധന, ആരാധന, ആരാധന. യേശുവേ ആരാധന, ആരാധന, ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ദൈവസ്നേഹത്തോടെ, ആഗ്രഹത്തോടെ, തീക്ഷ്ണതയോടെ സ്തുതിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. മഹത്വം, മഹത്വം, ആരാധന, ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്നെ ചുറ്റും എന്നെ തന്നെ നോക്കി നിൽക്കുന്നേ. എന്നെ ചുറ്റും എന്നെ തന്നെ നോക്കി നിൽക്കുന്നേ. അത് യേശുവായിരുന്നു, എന്റെ രക്ഷയായിരുന്നു. എന്റെ ശിക്ഷയെ വാങ്ങി നിന്നു. അത് യേശുവായിരുന്നു, എന്റെ രക്ഷയായിരുന്നു. അവന്റെ ശിക്ഷയെ വാങ്ങി നിന്നു. എല്ലാവരും ചേർന്ന്
ശാന്തനായിരുന്നു, അത് ശക്തിയായിരുന്നു. അവൻ എന്റെ കോപത്തെ അണച്ചു നിന്നു. അവൻ ശാന്തനായിരുന്നു, അത് ശക്തിയായിരുന്നു. അവൻ എന്റെ കോപത്തെ അണച്ചു നിന്നു. ബത്സയിദ കുളക്കരയിലെ രോഗിയോ, ഞാൻ നിന്റെ കരുണ തേടുന്നു. വൈകല്ലേ എന്റെ മോചക. ബത്സയിദ ബത്സയിദ കുളക്കരയിലെ രോഗിയോ, ഞാൻ നിന്റെ കരുണ തേടുന്നു. വൈകല്ലേ എന്റെ മോചക. യേശുനാമത്തെ ആശ്രയം, ആശ്രയത്തെ ദൈവമേ ആശ്വാസം. നിന്വചനമായി എന്റെ വേദനകൾ സൗഖ്യമാവാൻ. രണ്ട് കൈകൾ ഉയർത്തിയിരിക്കട്ടെ. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ ഹല്ലേലൂയ ഹല്ലേലൂയ. ശക്തിയോട് സ്തുതിക്കട്ടെ. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. ശക്തിയോട് ചേർന്ന് ശക്തിയോട് ചേർന്ന് ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ യേശുവേ ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ ആരാധന ചേർന്ന് പാടാം. ഒത്തിരി പേര് സാമ്പത്തിക സഹായങ്ങൾ കൊണ്ട്, പ്രേക്ഷിത പ്രവർത്തനങ്ങൾ കൊണ്ട് ഓരോ മലയോരങ്ങളിലും ഇന്നലെ 24 ആദിവാസി സഹോദരങ്ങളാണ് വയനാടൻ കാടുകളിൽ നിന്ന് വന്ന് ഉടമ്പടി എടുത്തിരിക്കുന്നത്. അപ്പം അത്രയും എല്ലാ മേഖലകളിലുമുള്ള എല്ലാവർക്കും ലളിതമായി മനസ്സിലാക്കുന്ന ദൈവാനുഭവമായിട്ട് ഏറ്റവും ഉന്നതമായ ശ്രേണി ജീവിക്കുന്നവർ മുതൽ ജീവിതത്തിൻ്റെ വ്യത്യസ്തങ്ങളായ മേഖലകളിലും ജീവിത രംഗങ്ങളിലുള്ളവരെല്ലാം അഭയസ്ഥാനമായി ഉടമ്പടി കാണുകയാണ്. അപ്പം നിങ്ങൾ ഓർക്കേണ്ടത്, നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോഴും ഈ ഉടമ്പടി ധ്യാനം കൂടുമ്പോഴും അത് നിങ്ങൾ ഷെയർ ചെയ്യണം. വേദനപ്പെട്ടിരിക്കുന്നവർക്ക് ഇത് കിട്ടുമ്പോൾ ദൈവം അവർക്ക് അയച്ചു കൊടുത്ത പോലെ തോന്നും. കാര്യം അത് നിങ്ങളാണ് ദൈവത്തിൻ്റെ കൈയും കാര്യമായി പ്രവർത്തിക്കേണ്ടത്. നിങ്ങളുടെ പ്രേക്ഷിത വേലയിൽ നിങ്ങളൊരിക്കലും മാന്യം തോന്നരുത്. പ്രേക്ഷിത വേല ക്ലേശകരമായ ജോലി കൂടുതൽ ചെയ്യുമ്പോൾ നിങ്ങളുടെ സത്യസന്ധതയാണ് അതുവഴി ദൈവം മനസ്സിലാക്കുകയും നിങ്ങളുടെ ഉടമ്പടിയെ ദൈവം ആശീർവദിക്കുകയും ചെയ്യുന്നത്. ഉടമ്പടി ജീവിക്കാൻ കഴിഞ്ഞതിൽ നിങ്ങൾ ദൈവത്തോട് നന്ദി പറയണം. എല്ലാവരും അങ്ങനെയാണ് പറയണം. ഇതൊരു ജീവിത രീതിയായിട്ട് ഞങ്ങൾ മനസ്സിലാക്കുന്നുവെന്ന് പറഞ്ഞുകൊണ്ട് ഇതിൽ ജീവിച്ച് മരിക്കാൻ ഇടയാക്കണമെന്നൊക്കെ ആൾക്കാർ പ്രാർത്ഥിക്കണം. ഇപ്പോഴും പരമദിവ്യകാരുണ്യത്തിന് പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നമ്മൾ എന്തിനാണ്
ഒരു ഉടമ്പടി ജീവിതം അഥവാ ഒരു ഉടമ്പടി ജീവിതത്തിലേക്ക് വന്നത് എന്നാരെങ്കിലും ചോദിച്ചാൽ എൻ്റെ ഫസ്റ്റ് ആൻസർ എൻ്റെ ആദ്യത്തെ ഉത്തരം എന്ന് പറയുന്നത് ഇണപിരിയാത്ത ദൈവവുമായിട്ടൊരു ആത്മബന്ധത്തിനാണ്. ദിസ് മേ ബി ദ കറക്റ്റ് ആൻസർ. ഞാൻ ഒത്തിരി ആലോചിച്ചും ധ്യാനിച്ചും പ്രാർത്ഥിച്ചുമൊക്കെ ഇത് പറയണേ. എൻ്റെ ഓളോടേസടം പറയണതല്ല. വെളുപ്പിനെ 3:30 മണിക്ക് എഴുന്നേറ്റതാണ്. ഞാൻ എപ്പോഴും ഇങ്ങനെ ഈ ഉടമ്പടിയുടെ സാക്ഷ്യങ്ങൾ കേൾക്കുമ്പോൾ നമുക്ക് ഒത്തിരി വീണ്ടും വിചാരങ്ങളുണ്ടാവും. ആൾക്കാരുടെ അനുഭവങ്ങളാണല്ലേ ഈ സാക്ഷ്യങ്ങളായിട്ട് ആൾക്കാർ പറയണത്. അപ്പോഴും നമ്മൾ സാധാരണ ഒരു ധ്യാന കേന്ദ്രങ്ങളിൽ ആൾക്കാർ പറയുന്ന അനുഭവങ്ങളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് അനുഭവങ്ങൾക്കുള്ളിലെ അനുഭവങ്ങൾ ആൾക്കാർ പറയും. ഉടമ്പടിയുടെ ഒരു പ്രത്യേകത അതാണ്. അനുഭവങ്ങൾ ജോലി കിട്ടി, വീട് കിട്ടി, ജപ്തി മാറി, അതുപോലെ തന്നെ കേസ് മാറി എന്നൊക്കെ പറയുന്ന ഈ പൊതുവെയുള്ള അതിൻ്റെ പുറമേ കാണുന്ന ഒരു ഇങ്ങനെ പൊന്തിക്കിടക്കുന്ന കുറച്ച് നമുക്ക് കാണാവുന്ന അനുഭവങ്ങളെക്കാളുപരി അനുഭവങ്ങൾക്കുള്ളിൽ ഇങ്ങനെയുള്ള ഒരു ഫിസിക്കൽ എക്സ്പീരിയൻസിൻ്റെ ഉള്ളിൽ അടിയൊഴുക്ക് പോലെ ശാന്തമായി ഒഴുകുന്ന ഒരു അന്തർഭൗമ പ്രവാഹമുണ്ട്. ആ പ്രവാഹത്തെ നമ്മൾ വിളിക്കുന്ന പേര് ദൈവാനുഭവം എന്ന് തന്നെയാണ്. ദൈവാനുഭവം. അപ്പം ജീവിതാനുഭവം നമുക്ക് ഭൗതികമായ അനുഭവവും ആത്മീയമായ അനുഭവങ്ങളും ഉടമ്പടിയിലുണ്ട്. ഉടമ്പടി പുതുക്കുന്നതനുസരിച്ച് നിങ്ങളുടെ ആധ്യാത്മിക അനുഭവങ്ങൾ കൂടുന്നുണ്ടോ എന്ന് നോക്കണം. ഇപ്പം നമുക്ക് ഉടമ്പടി വെച്ചിരിക്കുന്ന നിയോഗബന്ധിയാണല്ലോ. നിയോഗബന്ധിയാണ്. കാര്യം നമ്മൾക്ക് എന്തെങ്കിലും ഒരു ജീവിത സമ്മർദ്ദം വരുമ്പോഴാണ്, നമുക്കത് താങ്ങാൻ പറ്റാതെ വരുമ്പോൾ നമ്മൾ ദൈവത്തിൻ്റെ കൂട്ട് പരിശുദ്ധ അമ്മയിലൂടെ നേടിയെടുക്കുകയാണ്. ചിലപ്പോൾ ജോലികൾ നീണ്ടുപോവുകയും വരുമാനം ഇല്ലാതെ വരികയും മാസങ്ങളോളം വരുമാനം ഇല്ലാതെ വരുമ്പോൾ അതനുസരിച്ച് ചിലപ്പോൾ കറണ്ട് ചാർജ് കൂടും. ചിലപ്പോൾ വാടക താമസിക്കണമെങ്കിൽ ഉടയക്കാർ ഇറങ്ങാൻ പറയും. അപ്പോൾ അങ്ങനെയുള്ള ജീവിത സമ്മർദ്ദങ്ങൾക്കാണ് നമ്മൾ ഉടമ്പടി എടുക്കുന്നത്. ഒരു സംശയമില്ല കാര്യം. നമുക്ക് ഒറ്റക്ക് താങ്ങിക്കൊണ്ടു പോകാൻ പറ്റാത്ത അവസ്ഥ വരുമ്പോൾ ഈ ഭൗതികമായ കാര്യങ്ങൾക്ക് നമുക്കൊരു സഹായം കിട്ടാനാണ്. കാര്യം ഉടമ്പടിയുടെ ബേസ്മെൻ്റ് അത് തന്നെയാണ്. അവർക്ക് വീഞ്ഞില്ല എന്ന് പറയുന്നിടത്ത് വെച്ചാണ് തുടങ്ങണത്. വീഞ്ഞെന്ന് പറഞ്ഞാൽ ആത്മീയ കാര്യമൊന്നുമല്ല, കല്യാണത്തിൽ വീഞ്ഞ് തീർന്നു പോയ വിഷയമാണ്. ജീവിതത്തിൽ ചില ഭൗതികമായ സാഹചര്യങ്ങൾ തീർന്നു പോകുമ്പോൾ സാമ്പത്തികം, ജോലി, ആരോഗ്യം, അതുപോലെ തന്നെ സമാധാനം, വീടില്ലാത്ത അവസ്ഥകൾ, അങ്ങനെയൊക്കെ വരുമ്പോൾ നമ്മൾ നോക്കുമ്പോൾ ഇനി നമ്മൾ കൊണ്ട് മാത്രം ഇതിനൊരു പരിഹാരം കാണാൻ പറ്റത്തില്ല. അങ്ങനെ വരും ജീവിതത്തിൽ. ഇപ്പം നിങ്ങൾക്കുള്ള സ്വാധീനങ്ങൾ, നിങ്ങളുടെ വിദ്യാഭ്യാസം, നിങ്ങൾക്ക് ലഭിക്കാൻ സാധ്യതയുള്ള നിങ്ങളുടെ മെരിറ്റ്, ഇതൊക്കെ നോക്കുമ്പോൾ നിങ്ങൾ ചിലപ്പോൾ അകപ്പെട്ട് നിൽക്കണ പോലെ തോന്നും. ആരും നമ്മളെ സഹായിക്കാനില്ല. പിന്നെ വേറെയും ചില കാര്യങ്ങൾ നിങ്ങൾ തിരിച്ചറിയും. എന്താണ്? നമ്മൾ ചിരിച്ചും കളിച്ചുമൊക്കെ നമ്മുടെ കൂടെ നടക്കുന്ന ബന്ധുക്കളും സ്വന്തപ്പെട്ടവരും പോലും നമുക്ക് രക്ഷപ്പെട്ടെന്ന് കാണുമ്പോൾ അവരുടെ മോന്ത മാറും പെട്ടെന്ന് അവരിങ്ങനെ ഒക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് വേറെ കാര്യം തിരിച്ചറിയും. എന്താണ്? എല്ലാവരും ഉണ്ട്, ആരും ഇല്ല. അത് കറക്റ്റാണ്. അത് നീ പെട്ടെന്ന് ഞാൻ പറയണത് നിങ്ങൾ എപ്പോഴും പെട്ടെന്ന് തിരിച്ചറിയണമെന്ന് ഞാൻ പറയത്തുള്ളൂ. ചില ആൾക്കാർ വയസ്സായാലേ അറിയത്തുള്ളൂ. ഇതൊക്കെ ഒരു 10-25 വയസ്സിനുള്ളിൽ തിരിച്ചറിയേണ്ട കാര്യങ്ങളാണ്. എല്ലാവരും ഉണ്ട്, പക്ഷേ ബേസിക്കായിട്ട് ആരുമില്ല. അത് നമ്മൾ 25 വയസ്സിനുള്ളിൽ തിരിച്ചറിയണം. ചില പൊട്ടന്മാർ അത് 70 വയസ്സാകുമ്പോഴൊക്കെയാണ് തിരിച്ചറിയണത്. അപ്പോൾ കയ്യിൽ നിന്നെല്ലാം പോയി പോകും.
കയ്യിൽ നിന്ന് എല്ലാം പോയി പോകുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എന്താ ഉദ്ദേശിച്ചു കഴിഞ്ഞാൽ പണവും പൊന്നുമൊന്നുമല്ല, മറിച്ച് ദൈവം. അപ്പം ഈ നെടുമ്പാശ്ശേരിയില്ലേ, ഞാനെപ്പോഴും നെടുമ്പാശ്ശേരി ചെല്ലുമ്പോൾ ആ ടെർമിനൽ 3 കാണുന്ന കുറച്ച് കാഴ്ചകളുണ്ട്. ടെർമിനൽ 3 എന്ന് പറഞ്ഞാൽ ഇൻ്റർനാഷണൽ എയർപോർട്ടിൻ്റെ ആണ്, മറ്റേ ഡൊമസ്റ്റിക്. അപ്പോൾ അവിടെ ചെല്ലുമ്പോൾ ആക്കാൻ വരുന്നവർ ഭയങ്കര പിരിഞ്ഞു പോകുമ്പോൾ കെട്ടിപ്പിടിച്ച് കരയുകയും കരഞ്ഞുകൊണ്ട് നിൽക്കുകയും അങ്ങനെ കുറേ സീനുണ്ട്. ഇനി അവിടെ തിരിച്ച് നമ്മളെ ടെർമിനൽ 3 വന്നിറങ്ങുമ്പോൾ നമ്മളെ കൊണ്ടുപോകാൻ വരുന്നവർ അത്യാഹ്ലാദത്തോട് വരികയും അതുപോലെ തന്നെ കെട്ടിപ്പിടുത്തവും ചിരിയും സന്തോഷവും വേറെ സംഭവമുണ്ട്. അപ്പം ഞാനിതൊക്കെ എല്ലാം ഇങ്ങനെ ശ്രദ്ധിക്കുന്ന ഒരാളാണ്. എന്തെല്ലാം ചെറിയ മൂമെൻറ്റ്സ് പോലും ശ്രദ്ധിക്കും, ഓരോരുത്തർ എന്തെങ്ങനെയാണ് ആ സിറ്റുവേഷൻസ് ഹാൻഡിൽ ചെയ്യണത്. അപ്പോൾ ചില ആൾക്കാരുണ്ട് ഒറ്റക്ക് വരും, ഒറ്റക്ക് പോകും. അവരെ കൊണ്ടുവന്നാക്കാനും ആരുമില്ല, കെട്ടിപ്പിടിക്കാനും ആരുമില്ല. അവർ വരുമ്പോൾ സ്വീകരിക്കാനും ആരുമില്ല. ഞാൻ എപ്പോഴും ടാർഗറ്റ് ചെയ്യണത് ആ ഒരു സിറ്റുവേഷനെയാണ്. അപ്പോൾ എൻ്റെ മനസ്സിലെപ്പോഴും തോന്നും, ഈ ഉടമ്പടി നമ്മൾ എടുക്കുന്നതിൻ്റെ ഉദ്ദേശം ഇപ്പം ചിലരെ കൊണ്ടുവന്ന് ആക്കാൻ, പണ്ടൊക്കെ നമ്മളുടെ ഈ പ്രായം നമ്മൾ കയറുന്നതനുസരിച്ച് കൊണ്ട് പല പല എക്സ്പീരിയൻസ് അല്ലേ ആൾക്കാർക്ക്. ചോക്ലേറ്റ് എക്സ്പീരിയൻസ് ആയി. 22 വയസ്സ് വരെ ഉള്ളതെല്ലാം ചുമ്മാ ചോക്ലേറ്റ് എക്സ്പീരിയൻസാണ്. വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കഴിക്കുമ്പോഴൊക്കെ നല്ല രുചിയൊക്കെ തോന്നും, മധുരം ഉണ്ടാവും. കഴിച്ച് കഴിയുമ്പോൾ പിന്നെ ഷുഗർ ഉള്ളവർക്കാണെങ്കിൽ ചിലപ്പോൾ കിഡ്നിയും പോയെന്ന് വരും. ചോക്ലേറ്റ് എക്സ്പീരിയൻസ് എന്ന് പറയും. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അപ്പനുണ്ട് ആങ്ങളയുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ നമ്മുടെ ഒരു പ്രായത്തിൽ നമ്മൾ ഇവരുടെയൊക്കെ സ്നേഹം അത് സത്യസന്ധമായ സ്നേഹമാണ്, ഒരു സംശയമില്ല. അപ്പൻ്റെയൊക്കെ സ്നേഹം എന്ന് പറഞ്ഞാൽ സത്യസന്ധമായ സ്നേഹമാണ്, അതിൻ്റെ ഒരു ഡൗട്ടും ഇല്ല. അമ്മയുടെ സ്നേഹവും സത്യസന്ധമായ സ്നേഹമാണ്. ആങ്ങളമാരുടെ സ്നേഹവും പെങ്ങന്മാരുടെ സ്നേഹവും എല്ലാം, ഭാര്യ ഭർത്താക്കന്മാരുടെ എല്ലാ സ്നേഹങ്ങളും ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത് സത്യസന്ധമായ സ്നേഹങ്ങളാണ്. അതിൻ്റെ അകത്ത് യാതൊരു കലർപ്പുമില്ല. ഇൻ കേസ് ചില അനുഭവങ്ങളൊക്കെ വരുമ്പോൾ ചിലർ അങ്ങോട്ടും ഇങ്ങോട്ടും ചെറിയ ചലിക്കുമെന്നുണ്ടെങ്കിലും ബേസിക് ലവ് ഫണ്ടമെൻ്റൽ ലവാണ്. ഞാൻ എന്താ പറയാൻ ഉദ്ദേശിക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ, ഇതൊരു പതയാണ് ശരിക്കും. വെച്ചാൽ നമ്മൾ പ്രായമാകുന്നതോടുകൂടി ഈ ആൾക്കാരൊക്കെ ഒന്നെങ്കിൽ നമ്മൾ പിരിഞ്ഞു പോകും, അല്ലെങ്കിൽ അവർ പിരിഞ്ഞു പോകും. ഒന്നെങ്കിൽ നമ്മൾ പിരിഞ്ഞു പോകും കല്യാണം കഴിച്ച്, അല്ലെങ്കിൽ നമ്മൾ വേറൊരു ജോലി കിട്ടി, നമ്മൾ ട്രാൻസ്ഫറായി, നമ്മുടെ ജോലിക്ക് വേണ്ടി കുഞ്ഞുങ്ങളെ പോറ്റാൻ വേണ്ടി വേറെ ഒരു രാജ്യത്ത് പോയി, വേറെ ഒരു സംസ്ഥാനത്ത് പോയി നമ്മൾ പിരിഞ്ഞു പോകും. അല്ലെങ്കിൽ നമ്മൾ തിരിച്ചു വരുമ്പോൾ നമ്മളെ കൊണ്ടുപോകുന്ന വീട്ടിലോട്ട് കൂട്ടിക്കൊണ്ടുപോകാൻ അപ്പനില്ല. അപ്പൻ നമുക്ക് ചങ്കടിപ്പ് വരും. കാര്യമാണ് അപ്പൻ്റെ ദൗത്യം പൂർത്തിയാക്കി കർത്താവിലേക്ക് തിരിച്ചു പോയി കാണും. ഏതെങ്കിലും ഒരു കാലത്ത് അപ്പൻ്റെ മരണത്തിന് നമ്മൾ വന്നിറങ്ങേണ്ടി വരുന്നിടുമ്പോൾ ശരിയില്ലേ, ഉറപ്പല്ലേ? ഏതെങ്കിലും ഒരു നിങ്ങൾക്കുണ്ടാകുന്ന കുഴപ്പമെന്ന് വെച്ചാൽ നിങ്ങൾ ആ സമയത്താണ് അയ്യോ പൊത്തൊന്നും നിലവിളിക്കണത്. നിങ്ങൾ മനസ്സിനെ ട്രെയിൻ ചെയ്യണം. ഒരു 25-30 വർഷം മുമ്പിലിട്ടിട്ട് മനസ്സിനെ ട്രെയിൻ ചെയ്യണം. ഇന്ന കാര്യങ്ങൾ 35 വർഷത്തിൽ നടക്കും. ഇറ്റ്സ് ഓക്കെ, ക്ലിയർ. എന്തുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത് വെച്ച് കഴിഞ്ഞാൽ, ആ സമയത്ത് അല്ലെങ്കിൽ ദൈവം എന്നോട് അങ്ങനെ ചെയ്ത്, ദൈവം എന്നോട് ഇങ്ങനെ ചെയ്തെന്ന് പറഞ്ഞു വെച്ചാൽ ഇമോഷണൽ ബുദ്ധിജീവികൾ ആവശ്യമില്ലാത്ത രീതിയിൽ വിഷയം സെൻറ്റിയാക്കി കളയും. അങ്ങനെ അപ്പോൾ അത് ആധ്യാത്മിക ജീവിതത്തെ ബാധിക്കും. അപ്പോൾ ഈശോയുടെ ഒരു നിലപാടെന്ന് പറയണത്, ഞാനത് മുൻകൂട്ടി പറഞ്ഞിരിക്കുന്നുവെന്ന് ഈശോ പറയും. ചില ക്ലേശങ്ങളെക്കുറിച്ചൊക്കെ പറഞ്ഞിട്ട് അവസാനം പറയും, നിങ്ങൾ ആ സമയത്ത് കൈയും കാലും വിട്ട് അടിക്കാതിരിക്കാൻ വേണ്ടി ഞാനിത് മുൻകൂട്ടി പറഞ്ഞിരിക്കുന്നു. അത് ഈശോ പറയണം. ഇപ്പം ചില കാര്യങ്ങൾ നമ്മൾ മുൻകൂട്ടി അറിഞ്ഞു വെച്ചേക്കുന്നത് നല്ലതാണ്. അറിഞ്ഞു വെക്കുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആധ്യാത്മികമായ കാലാവസ്ഥകൾ വലിയ ഡിസ്റ്റർബൻസ് ഇല്ലാത്ത രീതിയിൽ നമ്മൾ പുറമേ കാണുന്ന ഫിസിക്കൽ എക്സ്പീരിയൻസിൻ്റെ താഴെ ഉടമ്പടി ഉദ്ദേശിക്കുന്ന ഒരു ദൈവാനുഭവമുണ്ട്. ഉടമ്പടി ഉദ്ദേശിക്കുന്ന ആ ഉടമ്പടി ഉദ്ദേശിക്കുന്ന ദൈവാനുഭവത്തിലേക്ക് നിങ്ങളെ ലാൻഡ് ചെയ്യുകയാണ് ഞാൻ ഇത്രയും നേരം സംസാരിച്ചതിൻ്റെ ഉദ്ദേശം.
അല്ലെങ്കിൽ നിങ്ങൾ ജോലി, വീട്, വിവാഹം, ജപ്തി എന്നും പറഞ്ഞുകൊണ്ട് മരണം വരെ ഇതും പറഞ്ഞുകൊണ്ടിരിക്കും. ഒരു ഉടമ്പടി ഒരു 3 പുതുക്കി കഴിഞ്ഞാൽ പിന്നീട് ഇതിൻ്റെ അകത്ത് ഈ പുറമെ ആദ്യം കാണുന്ന വിഷയങ്ങൾക്ക് നമുക്ക് പ്രയോറിറ്റി, എംഫസിസ് കുറഞ്ഞു വരണം. എന്താ കാര്യം? ഉടമ്പടിയുടെ ബേസിക് പ്രോമിസ് എന്ന് പറയുന്നത് ഐ വിൽ ബി വിത്ത് യു അൺ ടു ദി ലാസ്റ്റ്. അപ്പം അങ്ങനെ പറയേണ്ട ആവശ്യമില്ലല്ലോ. ബൈബിൾ അവസാനിക്കുമ്പോൾ ഈശോ പറയാൻ മറക്കാത്തൊരു കാര്യമാണ്. ബൈബിൾ അവസാനിക്കുമ്പോൾ ഈശോ പറയാൻ മറക്കാത്തൊരു കാര്യമാണ്. എന്താണ്? ഐ വിൽ ബി വിത്ത് യു അൺ ടു ദി ലാസ്റ്റ്. എന്നുവെച്ചാൽ കാലത്തിൻ്റെ അവസാനം വരെ ഞാൻ നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കും. അപ്പോഴീ ലാസ്റ്റ് എന്ന് പറഞ്ഞ വാക്ക് എന്താണ്? ഈ ലാസ്റ്റ് പലപ്പോഴും ആരും കൂടെ ഉണ്ടാകാത്തൊരു സമയമാണ്. ലാസ്റ്റില്ലേ? ബൈബിൾ ലാസ്റ്റ് എല്ലാത്തിൻ്റെയും. ഇപ്പം ഞാൻ നിങ്ങൾ എന്തൊക്കെ പറഞ്ഞാലും, ഭയങ്കര സന്തോഷത്തിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞാലും ഞാൻ എനിക്ക് വലിയ ഭാവവ്യത്യാസം ഉണ്ടാകത്തില്ല. നിങ്ങൾ ഇൻ്റർവെല്ല് വരെയുള്ള കോമഡി കാര്യങ്ങളൊക്കെയാണ് പറയേണ്ടത്. ഇൻ്റർവെല്ല് കഴിയുമ്പോഴാണല്ലോ പടം ട്രാജിക്കിലേക്ക് പോണത്. അത് അവസാനം വരുമ്പോൾ മാത്രമല്ല ഇതെങ്ങനെയാണ് ചെയ്യുന്നത് അവസാനിക്കണമെന്ന് അറിയാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഞാൻ മിണ്ടത്തില്ല. അതിൻ്റെ കാര്യം വെച്ച് കഴിഞ്ഞാൽ ഈ സിറ്റുവേഷൻസ് കഴിഞ്ഞ ദിവസങ്ങളിൽ ഗോകുല കൃഷ്ണൻ എന്നും പറഞ്ഞൊരു ജർമ്മൻ സ്കോളർ, അവർ ജർമ്മനിൽ PhD വെച്ചെടുക്കണ കൊല്ലത്തുകാരത്തിയാണ്, കുട്ടിയാണ്. എന്നുവെച്ചാൽ 25 വയസ്സുണ്ട് അവർ. അപ്പോൾ ഇവർ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പറഞ്ഞ സാക്ഷ്യത്തിലെ ഒരു സംഭവം, ഞാൻ വലിയ ആവേശത്തോടു കൂടിയാണ് ജർമ്മനിയിൽ നിന്ന് വന്നത്. എന്താ കാര്യം? പപ്പായുണ്ട്, അമ്മയുണ്ട്. അപ്പം അവരുടെയൊക്കെ അടുത്തേക്ക് വരികയാണല്ല. അവർ കുറേ നാൾ പഠിത്തവും ഒട്ടകപക്ഷനെ പോലെ മണ്ണി തല താഴ്ച വെക്കണ പോലെ പുസ്തകത്തിലും പ്രോജക്റ്റിലും തല താഴ്ത്തി വെച്ച് അവിടുത്തെ നമുക്ക് നിവർത്തിയില്ലെങ്കിലും അവിടുത്തെ ആഹാരം കഴിച്ചു. നമ്മളെന്തൊക്കെ പറഞ്ഞാൽ മലയാളികൾ പുറത്ത് പോകുന്നത് നിങ്ങളവർക്ക് ഒരു ഹാപ്പിയാണെന്ന്. അവരെന്തിനാണ് ഈ കുടുംബത്തൊക്കെ കെട്ടിവരിച്ചുകൊണ്ട് പോകുന്നതിൻ്റെ കാര്യം വെച്ച് കഴിഞ്ഞാൽ ആ ചോറും കറിയും കഴിക്കാൻ വേണ്ടിയാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം. ആ വീട്ടിൽ ഭക്ഷണം കഴിക്കാൻ വേണ്ടിയാണ്. അവിടുത്തെ ഭക്ഷണമൊക്കെ നമുക്ക് ഒരു ടൈം കഴിഞ്ഞാൽ നമുക്കൊന്നും കഴിക്കാൻ പറ്റത്തില്ല. അത് നമ്മൾ യൂസ്ഡ് അല്ല, നമ്മുടെ ബോഡി യൂസ്ഡ് അല്ല. നമ്മൾ 10-30 വയസ്സ് കഴിഞ്ഞിട്ടല്ല അങ്ങോട്ടൊക്കെ പോണത്. അല്ലെ കുഞ്ഞുനാൾ പോലെ അവിടെ തന്നെ ജീവിക്കണം. അപ്പോഴേ അവർ തിരിച്ച് വീട്ടിലേക്ക് വരുമ്പോൾ ഒത്തിരിയാണ് കൂട്ടുകാർ അവർ തന്നെ നല്ല ഭക്ഷണം എന്നൊക്കെയാണ് അവർ പറയണത്. നല്ല ഭക്ഷണം എന്ന് എന്താ? നമ്മുടെ ഭക്ഷണത്തിനെ പറയണത്. നമ്മുടെ ഭക്ഷണം നല്ലതാണെന്ന് നമുക്കറിയത്തില്ല. കാര്യം നമ്മുടെ ബോഡിയെല്ലാം വീക്കല്ലേ, നമ്മുടെ ഭക്ഷണം നല്ലതല്ല. ബാക്കിയുള്ള ജനങ്ങളെല്ലാം ഹിന്ദിക്കാർ വരെ എന്തുമാത്രം സ്ട്രോങ്ങാണ്. അവരെ പരിപ്പിൻ്റെ ആളൊക്കെ കഴിച്ചിട്ട് കുടവേറൊന്നും ഇല്ലാതെ, എനിക്ക് പോലും കുടവേറ എന്നോട് ചോദിക്കും, ധ്യാനവും കുടവേറൊന്നും എങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യണമെന്ന് ചോദിക്കും. ഞാനെന്ത് ചെയ്യാനാ? ഇരുന്ന് ജോലിയല്ലേ എപ്പോഴും. അതുകൊണ്ട് വേറൊക്കെ ചാടുന്നുണ്ട്. ഇപ്പം ഞാൻ ഇതൊക്കെ നിർത്തി, ചോറൊക്കെ നിർത്തി വരികയെ. പക്ഷേ എന്ത് സംബന്ധിച്ച് നമ്മുടെ ഭക്ഷണം അത്ര നല്ലതല്ല, പക്ഷെ നമുക്ക് നല്ലതാണ്. നമുക്കത് കഴിക്കാൻ വേണ്ടി നമ്മൾ വരുമ്പോൾ ഇവിടെ എന്താ ഈ ഗോകുലകൃഷ്ണൻ പറയണത്, ഞാൻ ഇത്രയും അത്യാഘാതത്തോട് വീട്ടിലോട്ട് വരുമ്പോൾ പപ്പായാണെങ്കിൽ വെള്ളമടിച്ച് കോടന്തിരിഞ്ഞ് നിൽക്കുകയും അപ്പം എനിക്ക് വല്ലാത്ത സങ്കടം വന്നു. അപ്പോഴീ കല്യാണം കഴിക്കാത്തവർക്ക് പിന്നെ ഉള്ള പെൺപിള്ളേർക്ക് ആർക്ക് പാപ്പടമുള്ളത് ആരാണ്? ആ പച്ചത്തൂരത്തെന്ന് പറഞ്ഞാൽ അപ്പായാണ് ശരിക്കും പറഞ്ഞാൽ. അമ്മയുണ്ട്, പക്ഷെ പെൺപിള്ളേരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് പുറത്ത് പറയത്തില്ലെങ്കിൽ അപ്പയുടെ മനസ്സിലേക്കാണ് അവർ വരണത്. ശരിക്കും ആദ്യം ഫസ്റ്റ് ലാൻഡിങ് ചെയ്യണം. ആൺപിള്ളേരാണെങ്കിൽ അമ്മയുടെ മനസ്സിലേക്കായിരിക്കും അവർ വരണത്. അതാ വ്യത്യാസമുണ്ട്. പക്ഷെ ഇവിടെ വരുമ്പോൾ ഈ മനുഷ്യൻ കുടിച്ച് കോൺതിരിഞ്ഞ് ഒരു പരിചയമില്ലാത്ത പോലെയൊക്കെ നിൽക്കണാകുമ്പോൾ തകർന്നു പോകും, മനുഷ്യൻ തകർന്നു പോകും. അതുപോലെ അമ്മയാണെന്ന് അമ്മയുടെ അടുത്ത് വരുമ്പോൾ അമ്മ രോഗിയുമായിട്ട് കിടപ്പാണ്. അപ്പോൾ ആ സീനെന്ന് പറയുന്നത് കോന്ത്രയാണ് ശരിക്കും പറഞ്ഞാൽ, ഉൾക്കൊള്ളാൻ പറ്റത്തില്ല. അപ്പോൾ അവൾ പറയണത്, ഞാൻ ആ സിറ്റുവേഷൻ എങ്ങനെ ഹാൻഡിൽ ചെയ്യുന്നറിയാമോ? ഞാൻ ഹാൻഡിൽ ചെയ്തത് അച്ഛൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട് ഡെയിലി ബ്രെഡിൽ. അപ്പോൾ ഈ അത് ഡെയിലി ബ്രെഡിൽ ഞാൻ എന്താ പറഞ്ഞു വെച്ച് കഴിഞ്ഞാൽ, ഞാൻ പറഞ്ഞു ഈശോ ജോർദാൻ നദിയുടെ പച്ചപ്പിൽ നിന്നാണ് നേരെ മരുഭൂമിയിലേക്ക് പോകുന്നത്. അപ്പോൾ ബുദ്ധിയുള്ള ആൾക്കാർ ഞാൻ പറയുമ്പോൾ അവിടെ ലൈഫുമായിട്ട് അതിനെ തട്ടിച്ച് നോക്കും. അവർ പിടിച്ചു നിൽക്കണത് എങ്ങനെ? അതാണ്. അപ്പോൾ അവളും ശരിക്കും എന്താ ചെയ്തിരിക്കണത്,
അവൾ ആ പച്ചപ്പിൽ നിന്ന് നേരെ വീട്ടിൽ വരുമ്പോൾ വീടല്ലാണ്ടായി തോന്നുന്ന അവസ്ഥ. വീടിൻ്റെ കെമിസ്ട്രി ആകപ്പാടെ മാറി അത് വേറൊരു കോമ്പൗണ്ടായിട്ട് മാറിയിരിക്കുക, വേറൊരു സംഭവമായിട്ട്. നമ്മുടെ വീടൊക്കെ മാറണമെങ്കിൽ അധികം സമയം വേണ്ട. എൻ്റെ അഭിപ്രായത്തിൽ ഇടയ്ക്കിടയ്ക്ക് വീട് മാറിക്കൊണ്ടിരിക്കണമെന്നുള്ളതാണ് ഓരോരുത്തരുടെ സ്വഭാവം. ഇപ്പം കെട്ടി ഒരാൾ വന്ന് കല്യാണം, ഇപ്പോൾ ഒരു എക്സ്ട്രാ ഒരു ന്യൂ കമർ കല്യാണം കഴിച്ച് നമ്മുടെ മകൻ്റെ ഭാര്യ വന്നു കഴിയുമ്പോൾ അതിൻ്റെ കെമിസ്ട്രി അപ്പം തന്നെ കോമ്പൗണ്ടായിട്ട് വേറെ ഒരു പദാർത്ഥമായിട്ട് വീട് മാറും. ഇതിനെല്ലാത്തിനും അക്കോമഡേറ്റ് ചെയ്ത് നിൽക്കാനുള്ള കഴിവെന്ന് പറയണത് അത് ക്രിസ്തു നമുക്ക് തരുന്ന കഴിവാണ്. ക്രിസ്തു ഇല്ലെങ്കിൽ നമ്മളിതിനെ വയലൻ്റായിട്ടും ബ്രൂട്ടലായിട്ടും ആനിമാലിറ്റിയായിട്ട് കൈകാര്യം ചെയ്യും വിഷയം. ക്രിസ്തു ഉണ്ടെങ്കിൽ, ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ഇന്നലെ എൻ്റെ കുർബാനയായിരുന്നു ഇവിടെ. അപ്പോൾ ഇന്നലെ സകല വിശുദ്ധന്മാരുടെയും തിരുനാളാണ്. അപ്പോൾ അവിടെ വചനം വായിച്ച പരിശുദ്ധാത്മ പറഞ്ഞു, ഈ ശാന്തശീലർ അനുഗ്രഹരാകുന്നു, അവർ ഭൂമി കൈവശമാക്കും. അപ്പോൾ അത് എങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യേണ്ടതെന്ന് പ്രാർത്ഥിച്ചപ്പോൾ പരിശുദ്ധാത്മ പറഞ്ഞു, താഴെ കിടക്കുന്ന വചനത്തിൻ്റെ താക്കോൽ വെച്ചാണ് ഈ വീട് തുറക്കേണ്ടതെന്ന് പറഞ്ഞു. എന്താണ്? ശാന്തശീല അനുഗ്രഹരാകുന്ന ഭൂമി കൈവശമാക്കും. അപ്പം നമ്മൾ നിൽക്കുന്ന ഇടത്തിൻ്റെ മേൽ ആധിപത്യം സ്ഥാപിക്കുന്നതിന് ശാന്തത വേണമെന്നാണ് ഈ പറയണത്. അല്ലെങ്കിൽ നമ്മൾ വീടൊഴിഞ്ഞ് പോകേണ്ടി വരും, അല്ലെങ്കിൽ അവിടെ ജീവിക്കാത്തതും കണക്കായിട്ട് വരും. ശാന്തത. അപ്പം അത് എങ്ങനെയാണ് ആ ശാന്തത ഉണ്ടാക്കണത്? ആ ശാന്തത ഉണ്ടാക്കണതിൻ്റെ താഴെ ഒരു വചനമുണ്ട്, എന്നെ പ്രതി മനുഷ്യർ നിങ്ങളെ അവഹേളിക്കുകയും വ്യാജമായി എല്ലാത്തരം കുറ്റങ്ങൾ നിങ്ങളുടെ മേൽ ആരോപിക്കുകയും ചെയ്യുമ്പോൾ നിങ്ങൾ ആഹ്ലാദിച്ച് ഉല്ലസിക്കുകയും സ്വർഗത്ത് നിങ്ങൾക്കുള്ള പ്രതിഫലം. മത്തായി 5:11-12 തിരുവചനങ്ങൾ. 5:11. എന്നെ പ്രതി മനുഷ്യർ നിങ്ങളെ അവഹേളിക്കുകയും പീഡിപ്പിക്കുകയും എല്ലാവിധ തിന്മകളും നിങ്ങൾക്കെതിരെ വ്യാജമായി പറയുകയും ചെയ്യുമ്പോൾ നിങ്ങൾ ഭാഗ്യവാന്മാർ. നിങ്ങൾ ആനന്ദിച്ചാഹ്ലാദിക്കുവിൻ. സ്വർഗത്തിൽ നിങ്ങളുടെ പ്രതിഫലം വലുതായിരിക്കും. വളരെ കൃത്യമാണ് അതിൻ്റെ അകത്ത് മുകളിൽ പറയുന്ന സുവിശേഷ ഭാഗ്യങ്ങളാണ് ഈ വിഷയം. ആ സുവിശേഷ ഭാഗങ്ങളിൽ എന്തൊക്കെയാണ് ഉള്ളതെന്ന് നോക്കിയേ. ശാന്തശീലർ, മത്തായി 5:3 തിരുവചനങ്ങൾ. ആത്മാവിൽ ദരിദ്രരായവർ ഭാഗ്യവാന്മാർ, സ്വർഗരാജ്യം അവരുടേതാണ്. വിലപിക്കുന്നവർ ഭാഗ്യവാന്മാർ, അവർ ആശ്വസിപ്പിക്കപ്പെടും. ശാന്തശീലർ ഭാഗ്യവാന്മാർ, അവർ ഭൂമി അവകാശമാക്കും. ശാന്തശീലർ ഭാഗ്യവാന്മാർ, അവർ ഭൂമി അവകാശം. എൻ്റെ പ്രിയപ്പെട്ടവർ, ഇത് വിഷയം എന്ന് പറയുന്നത്, നിങ്ങൾ വിലപിച്ചാലും ശാന്തത ശീലമാക്കിയാലും എന്ത് ബേസിലായിരിക്കണം അങ്ങനെ ചെയ്യണത്? വിലപിക്കണമെങ്കിൽ എന്നെ പ്രതി, അതാണ് വിഷയം. എല്ലാം സോൾവ് ചെയ്യണതും സമാധാനം ഉണ്ടാക്കുന്നതും ആരാണ്? ഈശോയാണ്. ശരിക്കും ഒരു വിഷയം, കർത്താവ് നമ്മളിൽ നിന്ന് പിരിഞ്ഞു പോകാതിരിക്കാനും, ഒരിക്കലും നിങ്ങൾ പഴയ ഈ കെമിസ്ട്രി കുടുംബത്തിൻ്റെ ഈ പദാർത്ഥം പുതിയ ഒരു എലമെൻ്റ് വന്ന് ഒരു ഫോറിൻ എലമെൻ്റ് വരുമ്പോഴും അത് പിന്നീട് നമ്മളുടെ ജീവിതത്തിൻ്റെ ഭാഗമായി മാറണവരെയുള്ള പ്രോസസ്സ്, ട്രാൻസിഷൻ ടൈമില്ലേ, ആ ട്രാൻസിഷൻ ടൈമിൽ എപ്പോഴും നിങ്ങൾ ക്രിസ്തുവിന് 1-ാം സ്ഥാനം കൊടുത്തുകൊണ്ടിരിക്കണം. പറഞ്ഞ മനസ്സിലായ? ക്രിസ്തുവിന് 1-ാം സ്ഥാനം കൊടുക്കണം. അല്ല, അവരങ്ങനെ പറഞ്ഞു, ഇവരിങ്ങനെ പറഞ്ഞു, ഞാനങ്ങനെ പറഞ്ഞപ്പോൾ എൻ്റെ അടുത്ത് ചാടിക്കയറി, അങ്ങനെ ഞാൻ നീ എന്ന് പറയരുത്. ക്രിസ്തുവിന് 1-ാം സ്ഥാനം കൊടുക്കണം അവിടെ. ഇതൊരു കൾച്ചറിങ്ങിൻ്റെ ടൈമാണ് അത് ശരിക്കും. അവിടെയാണ് ഈശോ ഇപ്പോൾ നിങ്ങൾ ശാന്തത കാണിച്ചാലും നിങ്ങൾ വിലപിച്ചാലും അതെന്താണ്? ചില കാര്യം റീഫണ്ടബിൾ അല്ലെന്ന് നേരത്തെ പറഞ്ഞിട്ടുണ്ട്. പ്രാർത്ഥിക്കുന്നു, അപ്പം തന്നെ ഉത്തരം കിട്ടുന്നതാണ് റീഫണ്ടബിൾ എന്ന് പറയുന്നത്. അപ്പം നമ്മൾ പ്രാർത്ഥിക്കുന്നു, അപ്പം തന്നെ അതിൻ്റെ റെഡിമെയ്ഡ് ആൻസർ കിട്ടുന്നു.
പക്ഷേ ഈശോ കൃത്യമായിട്ടൊരു കാര്യം പറഞ്ഞു, ചില കാര്യങ്ങൾക്ക് നമ്മൾക്ക് റെഡി ടു ആൻസർ, എന്താണ് ഇൻസ്റ്റൻറ്റ് പോലെ ഇൻസ്റ്റൻറ്റ് ബ്രേക്ക്ഫാസ്റ്റ് എന്നൊക്കെ പറയത്തില്ലേ, റെഡി ടു ഈറ്റ് എന്ന് പറഞ്ഞ് ചുമ്മാ കൊണ്ടുപോയി ഒന്ന് ഓവനിൽ കാണിച്ചിട്ട് കഴിക്കാൻ പറ്റിയ സാധനമായിട്ടല്ല. അത് കുറച്ച് കഴിഞ്ഞ് മാത്രമേ റീഫണ്ടബിൾ ആകത്തുള്ളെന്ന്. കൊഷമണി പോലെയാണ്. കൊഷമണി നമ്മൾ കോളേജിൽ ചെല്ലുമ്പോൾ പ്രത്യേകിച്ച് സെക്കൻഡ് ഗ്രൂപ്പുകാർക്ക് കുറച്ച് പണം അവിടെ അടക്കണം. ഇവർ വരെ തല്ലുകയോ പൊട്ടിക്കുകയൊക്കെ ചെയ്തെങ്കിൽ അതിന് പണം പിടിക്കാൻ വേണ്ടി അയക്കണം. ചില സംഭവങ്ങൾ കോഷമണി പോലെയാണ്, ചുരിഞ്ഞു പോരുമ്പോൾ നമുക്ക് കിട്ടത്തുള്ളത്. അതുപോലെ തന്നെയാണ് ചില കാര്യങ്ങൾ നമുക്ക് ഇൻസ്റ്റൻറ്റ് റീഫണ്ടബിൾ അല്ല, അപ്പം തന്നെ കിട്ടത്തില്ല. ഇപ്പം നിങ്ങളിപ്പോൾ ക്ഷമിക്കുന്നു, ചില കാര്യങ്ങൾ ഏകപക്ഷീയമായി ക്ഷമിക്കുന്നു, അതിൻ്റെ പേരിൽ അടുത്ത ആഴ്ച ജോലി കിട്ടുമെന്ന് പറഞ്ഞാൽ ഇരിക്കത്തില്ല. ഞാൻ ക്ഷമിച്ചു, കാര്യം എന്താണ്, ഞാൻ ഉടമ്പടി എടുത്തിട്ടുണ്ട്. കർത്താവ് എങ്ങനെ, ഞാൻ ക്ഷമിക്കാത്തതിൻ്റെ പേരിൽ കർത്താവ് ജോലി തന്നില്ലെങ്കിൽ എന്ത് ചെയ്യും? അങ്ങനെ ഇങ്ങനെ ഇൻ്റർ കണക്ട് ചെയ്യേണ്ട. ചില കാര്യങ്ങൾക്ക് ചില മേജറായിട്ട് നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾ, മൈനർ കാര്യങ്ങൾ ഓക്കെയാണ്. ചില മേജർ ഇൻവെസ്റ്റ്മെൻറ്റ്സ് ഒരിക്കലും റീഫണ്ടബിൾ അല്ല. ചില മേജർ ഇൻവെസ്റ്റ്മെൻറ്റ്സ്, അപ്പം നിങ്ങൾ ഓർക്ക് എന്താ മേജർ ഇൻവെസ്റ്റ്മെൻറ്റ്സ് എന്ന് അച്ഛൻ ഉദ്ദേശിക്കുന്നത്? നിങ്ങൾ ഗുരുതരമായി നിങ്ങൾക്ക് നഷ്ടം വരുന്നൊരു കാര്യം നിങ്ങൾ ഈശോയെക്കുറിച്ച് ചെയ്തെന്ന് വിചാരിച്ചോ, അതിന് അപ്പം തന്നെ നിങ്ങൾക്ക് അതിൻ്റെ ആയിട്ടുള്ളൊരു പ്രതിഫലം കിട്ടത്തില്ല. എന്താ കാര്യം? അത് കാരി ഓവർ ചെയ്തിരിക്കുന്നത് ഇറ്റേണൽ അക്കൗണ്ടിലേക്ക് പോയിരിക്കുകയാണ്. അതാണ് ഈശോ പറയണത്. എന്താണ് അവസാനം പറഞ്ഞ വചനം? 5:11 എന്താ? എന്നെ പ്രതി മനുഷ്യർ നിങ്ങളെ അവഹേളിക്കുകയും പീഡിപ്പിക്കുകയും എല്ലാവിധ തിന്മകളും നിങ്ങൾക്കെതിരെ വ്യാജമായി പറയുകയും ചെയ്യുമ്പോൾ, ഇതാണ് മേജർ എന്ന് പറയുന്നത്. വേജമായിരിക്കും, ആ സംഭവം സത്യം ഉണ്ടാകത്തില്ല. വേജമായി നിങ്ങൾ ഒരു കാര്യം പറയുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യും? അത് തെളിയിക്കാൻ വേണ്ടി ചിലപ്പോൾ കോടതി വരെ പോകും. ചിലപ്പോൾ നിങ്ങൾ വാശി പിടിച്ച് വിവാഹമോചനം വരെ ആവശ്യപ്പെടും. കാര്യം നിങ്ങൾ ചെയ്യാത്ത കാര്യമാണ്. ഇപ്പോൾ ഇന്നലെ ഒരു ഭർത്താവ് എൻ്റെ അടുത്ത് കൊച്ചിനെ കാണിച്ച് പറഞ്ഞ്, ഈ കൊച്ചിനെക്കുറിച്ച് ഞങ്ങൾ തമ്മിൽ ഇപ്പോൾ പിരിഞ്ഞിരിക്കുകയാണെന്ന്. ഞാൻ ഡീറ്റെയിൽസിലോട്ട് പോയില്ല. എന്തിനാണ് അവനെ കൊണ്ട് തോന്നിയ വാസത്തെ തെറ്റ് പറയിപ്പിക്കുന്നത്? ഞാൻ കർത്താവ് ആ വിഷയം ഒരു കൊച്ചു ജനിച്ചപ്പോൾ അതിൻ്റെ പേരിൽ പറഞ്ഞ് പെശകി ഭർത്താവും ഭാര്യയായിട്ട് പിരിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ അത് ഇതിൻ്റെ അകത്ത് രണ്ടുപേർക്കും അറിയാം, വലിയ കഥയൊന്നും ഇല്ലെന്നറിയാം. പക്ഷേ ഒരു വാശിയാണ് അവിടെ വർക്ക് ചെയ്യണത്. ഈ വാശി വിട്ടുകൊടുക്കാൻ ആരും തയ്യാറല്ല. കുറഞ്ഞു പോകുമെന്ന് വിചാരിച്ചിട്ട് അവൾ കുറഞ്ഞു പോകും, അല്ലെങ്കിൽ അവൻ കുറഞ്ഞു പോകുമെന്ന് വിചാരിച്ചുകൊണ്ട് അവൾ വരട്ടെ അല്ലെങ്കിൽ അവൻ വരട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് കാത്തിരുന്ന് മുടി നിരക്കണമെന്ന് കോടതി തോക്കണം എന്നല്ലാതെ വേറെ കാര്യമൊന്നുമില്ല. നിങ്ങൾ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഒരു സാധനത്തിനെ കെട്ടിയെടുത്താൽ പിന്നെ അത് നിങ്ങൾ ദൈവത്തിൻ്റെ തിരുസന്നിധിനെ ആശ്രയിച്ച് മേടിച്ച സാധനമാണെങ്കിൽ അതിനെ കളയാതിരിക്കുന്നതാണ് എപ്പോഴും ഭാര്യയ്ക്കും ഭർത്താവിനും നല്ലത്. തമാശയല്ല. കാരണം നിങ്ങൾ കഴിഞ്ഞിട്ട് വാശിപ്പുറം കളഞ്ഞിട്ട് വേറെ ഒരെണ്ണത്തിനെ കെട്ടി അവളുടെ മുമ്പിൽ കൂടി ഞാൻ നടക്കുമെന്നൊക്കെ പറഞ്ഞിട്ട് കഥയൊന്നും, അതൊക്കെ ചുമ്മാ മസിൽ പിടുത്തമാണ്. കുറച്ച് കഴിയുമ്പോൾ നിങ്ങൾ വയസ്സാകും. അപ്പം നിങ്ങൾ പറയും, അവനേക്കാളും ബെറ്റർ ആയിട്ടുള്ളവനെ ഞാൻ കല്യാണം കഴിച്ചിട്ട് അവൻ്റെ വീടിന് വാക്കി കൂടി പോകും, അതിനേക്കാൾ ബെറ്ററായുള്ള കാറ് ഞാൻ മേടിക്കും. ഇങ്ങനെ കുറേ മൃഗങ്ങളുണ്ട് ശരിക്കും പറഞ്ഞാൽ. എന്ന് വെച്ചാൽ മൃഗങ്ങളെന്ന് പറഞ്ഞാൽ എന്താണ്? ആത്മാവില്ലാത്ത സാധനങ്ങൾ. ദൈവത്തെ മാറ്റി നിർത്തിയിട്ട് വീമ്പിളക്കിയിട്ട് ആൾ കളിക്കാൻ നോക്കുന്ന വാശികൾ. ഇതിന് ബൈബിൾ വിളിക്കുന്ന പേര് ലോകമെന്നും വിളിക്കും, പിശാചെന്നും വിളിക്കും. ലോകമെന്ന് പറഞ്ഞാൽ എന്താണ്? ഇതുപോലുള്ള വാശി, വൈരാഗ്യം, മത്സരം. ഉടമ്പടിയിൽ എപ്പോഴും വരുമ്പോൾ നിങ്ങളുടെ ഈ ലോകത്തിൻ്റെ കണ്ടൻറ്റ് നിങ്ങൾ ടാർഗറ്റ് ചെയ്യേണ്ട ഒരു വിഷയമാണ്. എന്നിൽ ലോകമുണ്ടോ, വാശിയുണ്ടോ, മത്സരമുണ്ടോ? വാശി എന്നാണ് പിന്നെ ഒരു മത്സരം വരണത്. മത്സരത്തിൽ നിങ്ങൾ ജയിച്ചാലും അവസാനം തോറ്റന് തുല്യമാണ്. എന്താ കാര്യം? ക്രിസ്തു ഈ ഫോർമാറ്റിൽ വർക്കൗട്ട് ചെയ്യത്തില്ല. അപ്പോൾ ക്രിസ്തുവിനെ നിങ്ങൾക്ക് മിസ്സാകും. ക്രിസ്തുവിനെ മിസ്സാകുന്നില്ലെങ്കിൽ നമ്മളെന്തിനാ ഉടമ്പടിയിൽ കാരുണ്യപ്രവൃത്തിയും അതുപോലെ തന്നെ ഇവാഞ്ചലൈസേഷനും ഒക്കെ വെച്ചിരിക്കണത് എന്താ? അതിൻ്റെ ഒരു ബേസ് എന്ന് പറഞ്ഞാൽ, ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ക്രിസ്തുവിനെ നിങ്ങൾക്ക് ഒരു കാരണവശാലും നിങ്ങൾക്ക് മിസ്സാകാതിരിക്കാനാണ്.
കഴിഞ്ഞ ദിവസങ്ങളിലൊരു സാക്ഷ്യം ഉണ്ടായി. എന്നാ സാക്ഷ്യം എന്ന് പറയാമോ? അതായത് ഒന്ന് സ്തുതിക്കട്ടെ മക്കളെ. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ, സാക്ഷ്യങ്ങളിലൂടെ ഞങ്ങളോട് സംസാരിക്കുന്ന നന്ദി പറയുന്നു. ഹല്ലേലൂയ മെർലിൻ തോമസ് എന്ന് പറഞ്ഞൊരു മോള് സാക്ഷ്യം പറഞ്ഞു. നല്ല സാക്ഷ്യമാണ്. പെട്ടെന്ന് ആൾക്കാർ ആ സാക്ഷ്യം കൂടുതലുണ്ട്. 37,000 അപ്പോൾ ഈ മെർലിൻ പറയണത്, ഞാൻ നേരത്തെ ഉടമ്പടി എടുത്തതാണ്, പക്ഷെ വർക്കൗട്ട് ചെയ്തില്ലെന്ന് പറഞ്ഞു. ഞാൻ 22 മറ്റേ ഉടമ്പടി എടുത്തതാണ്. അപ്പോൾ 29 ഉടമ്പടി എടുത്തതെന്ന് പറയുമ്പോൾ ആ ഉടമ്പടിയിൽ വന്നിരിക്കുന്ന വിഷയം ഞാൻ പറഞ്ഞ് ഞങ്ങളെ ലണ്ടനിലായിരുന്നു. പിന്നീട് ഈ നാട്ടുകാരാണേ, ചേർത്തലക്കാരാ. പക്ഷെ അവർ ഇംഗ്ലണ്ടിലാണ്. അപ്പോൾ ഉടമ്പടി എടുത്തെങ്കിലും ഉടമ്പടിയിലെ കുറച്ച് കാര്യങ്ങളെ ഞങ്ങൾ ചെയ്തുള്ളൂ. അപ്പോൾ എന്തൊക്കെയാണ് ചെയ്തതെന്ന് നോക്കിയപ്പോൾ പറഞ്ഞു, ഞങ്ങൾ കുർബാന മുടക്കിയിട്ടില്ല, പിന്നെ എന്താണ്, കുടുംബ പ്രാർത്ഥനയും മുടക്കിയിട്ടില്ല, ബൈബിളും വായിച്ചിട്ടുണ്ട്. പക്ഷെ ഉടമ്പടി വർക്ക് ചെയ്യത്തില്ല. കാര്യം എന്താ? അത് നിങ്ങളെ ശ്വസിച്ചു എന്ന് പറഞ്ഞൊരു വല്ല കാര്യമുണ്ടാ? നിങ്ങൾ ശ്വസിച്ചു, ശ്വസിച്ചില്ല, നിങ്ങൾ ചത്തുപോയനോ. കുർബാന മുടക്കിയിട്ടില്ല, കുടുംബ പ്രാർത്ഥന മുടക്കിയിട്ടില്ല, ബൈബിൾ വായിച്ചെന്ന് വെച്ചാൽ അതിൻ്റെ അർത്ഥം എന്താണ്? നിങ്ങൾ ആത്മീയ ജീവിതം ശ്വസിച്ചു എന്നേ ഉള്ളൂ, അത്രയേ ഉള്ളൂ. ആരോഗ്യം വേറെയാണ്. ഭക്ഷണം കഴിക്കണമെങ്കിൽ മാത്രമേ ആരോഗ്യം ഉണ്ടാകത്തുള്ളൂ. മറ്റത് ശ്വാസോച്ഛ്വാസത്തിനാണ് ഈ കുർബാനയൊക്കെ വെച്ചിരിക്കുന്നത്. അപ്പോഴേ ഇവർ പറയണത് അത് ഉടമ്പടിയിൽ അതുണ്ട്, അത് ശ്വസിക്കാൻ വേണ്ടി ഇട്ടിരിക്കുന്നതാണ്. നിങ്ങളെ ശ്വസിക്കാൻ വേണ്ടി ഇട്ടിരിക്കുന്നതാണ്. നിങ്ങളെ ബലം പ്രാപിക്കാൻ വേണ്ടി ഇട്ടിരിക്കുന്ന കണ്ടൻറ്റ് വേറെയാണ്. നിങ്ങൾ ശ്വസിക്കാൻ വേണ്ടി ഇട്ടിരിക്കുന്നത് എന്തൊക്കെയാണത്? കുർബാന മുടക്കരുത്, പിന്നെന്താ ചെയ്തിരിക്കണത്? കുടുംബ പ്രാർത്ഥന മുടക്കരുത്, പിന്നെന്താണ്? ബൈബിൾ വായിക്കണം. അതിപ്പോൾ നിങ്ങൾ ഉടമ്പടി എടുത്തില്ലെങ്കിൽ ചെയ്യണമല്ലോ. ഒരു കത്തോലിക്ക മസ്റ്റായിട്ട് ചെയ്യേണ്ടത്, ഉടമ്പടി എടുത്തില്ലെങ്കിൽ ചെയ്യണം. മറ്റ് ഡിനോമിനേഷൻ ഉള്ളവർ അവരുടെ രീതിയിലുള്ള സഭയിൽ അവരുടെ നിയമം അനുസരിച്ച്, സഭയുടെ നിയമം അനുസരിച്ച് നമ്മൾ ജീവിക്കണത്. അപ്പോഴേ അത് ശ്വാസോച്ഛ്വാസം മാത്രമേ ഉള്ളൂ. ഉടമ്പടിയിൽ എക്സ്ട്രാ വന്നിരിക്കണത് എന്താ? കാരുണ്യ പ്രവൃത്തി. പിന്നെ അത് വന്നിരിക്കണത് എന്താണ്? ഈ ബലം പ്രാപിക്കാൻ വേണ്ടി വന്നിരിക്കുന്നതും പ്രതിരോധ ശേഷിക്ക് വേണ്ടി വന്നിരിക്കുന്നതും. ഇപ്പോൾ കാരുണ്യ പ്രവൃത്തി പ്രതിരോധ ശേഷിക്ക് വേണ്ടി വന്നിരിക്കുന്നതാണ്. അതുപോലെ തന്നെ ഇവാഞ്ചലൈസേഷൻ, വിശ്വാസ കൈമാറ്റം എന്തിനു വന്നിരിക്കുന്നതാണ്? അത് ബലം പ്രാപിക്കാൻ വേണ്ടി, ആത്മീയ ബലം പ്രാപിക്കാൻ വേണ്ടി വന്നിരിക്കുന്നതാണ്. അപ്പം മെർലിൻ പറഞ്ഞത് എന്താണ്? ഞങ്ങൾ കുർബാന മുടക്കണില്ലായിരുന്നു, അതുപോലെ തന്നെ ബൈബിൾ വായന മുടക്കിയിട്ടില്ല, ഞങ്ങൾ അതുപോലെ തന്നെ കുടുംബ പ്രാർത്ഥന മുടക്കിയിട്ടില്ല, പക്ഷേ ഉടമ്പടി വർക്കൗട്ട് ചെയ്തിട്ടില്ല. അവസാനം ഇംഗ്ലണ്ടിൽ ഇങ്ങനെ ജീവിക്കുന്ന സമയത്ത് അവിടുത്തെ സിറ്റുവേഷൻസ് കൊണ്ടാണ് ഇത് ചെയ്യാൻ പറ്റാതെ വന്നതെന്നാണ് അവർ പറയണത്. അവർ ഉടമ്പടി എടുക്കാതെ കൊണ്ടാണ് അവർ ചെയ്യുക. ഉടമ്പടി എടുക്കുമ്പോൾ നിങ്ങൾ ഓർക്കും, ഇത് എങ്ങനെയെങ്കിലും ഒക്കെ ഇതിൻ്റെയൊക്കെ ഓരോ കാര്യങ്ങളൊക്കെ ഈ സാമ്പിൾ എടുക്കുമല്ല. ഞാൻ പണ്ട് ജയിലിൽ പ്രാർത്ഥിക്കാൻ പോയപ്പോൾ 12:30 മണിയായിരുന്നു. അപ്പോൾ ജയിലിലെ ഒരു സൂപ്രണ്ടാണ്, അങ്ങനെ DSP റാങ്കിലുള്ള ആളാണെന്ന് തോന്നുന്നത്. അപ്പോഴാണ് അദ്ദേഹത്തിൻ്റെ മുമ്പിൽ പോലീസുകാർ സാമ്പാറും സദ്യയും കൊണ്ടുവന്ന് വെക്കും. അപ്പോൾ അയാൾ ഒരു പാത്രം ഉണ്ടല്ലോ, ഒരു പാത്രത്തിൽ തന്നെ പല പാത്രങ്ങളില്ലേ, കറികളൊക്കെ അല്ല, അതിൽ നിന്നെല്ലാം അയാൾ ഓരോ നുള്ളിലെടുത്തിട്ട് തിന്നും. എന്നിട്ട് അയാൾ അടുത്ത പോലീസുകാരന് കൊടുക്കും, അയാൾ കൊണ്ട് പ്രതികൾക്ക് കൊടുക്കും. ഇയാൾ കഴിക്കാതെ കൊടുക്കത്തില്ല. കാര്യം ഇതിൻ്റെ അകത്ത് വിഷമില്ല എന്ന് ഉറപ്പ് വരുത്താൻ വേണ്ടിയാണ് ഈ ജയിലിൽ അങ്ങനെ ചെയ്യണത്. അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ 12 പാത്രം കൊണ്ടുവന്ന് 12 പ്രതികൾ കിടപ്പുണ്ട് ജയിലിൽ. 12 പാത്രം കൊണ്ടുവന്നിട്ട് ഈ SP-ക്ക് കൊടുക്കും. അയാളത് അദ്ദേഹം അവിടെ നിന്ന് അത് കഴിക്കും. അതിങ്ങനെ ഓരോ നുള്ളെടുത്ത് കഴിക്കണത് എല്ലാത്തിൽ നിന്നും എടുക്കും അയാൾ. അപ്പം ഞാനിവിടെ ഇരിപ്പുണ്ട്, ഈ കാഴ്ചയും കണ്ടുകൊണ്ട്. ഇതുപോലെ സാമ്പിൾ കഴിക്കണ അദ്ദേഹം. നിങ്ങൾ ഉടമ്പടിയുടെ സാമ്പിൾ എടുക്കുന്ന ആൾക്കാരാണ് പല ആൾക്കാരും. വർക്കൗട്ട് ചെയ്യത്തില്ല ഉടമ്പടി സാമ്പിള്. അപ്പം ദൈവത്തിനെ നിങ്ങൾ ബോധ്യപ്പെടുത്തേണ്ടത് നിങ്ങൾ ഉടമ്പടിയിലാണെന്ന് ബോധ്യപ്പെടുത്തണം. മെർലിന് സംഭവിച്ച കാര്യം, മെർലിൻ ഇതിൻ്റെ സാമ്പിൾ എടുത്ത് ഉപയോഗിക്കുന്നു. കാരുണ്യപ്രവൃത്തി ഇല്ല, ഇവാഞ്ചലൈസേഷൻ ഇല്ല. അതൊക്കെ ഇതിൻ്റെ അകത്ത് ഇത്തിരി കഷ്ടപ്പെട്ട പണികളാണ്.
കഷ്ടപ്പെട്ട പണികളാണ്. അപ്പോൾ അതെന്തുകൊണ്ട് ശ്വാസോച്ഛ്വാസം മാത്രമേ ഉള്ളൂ. കുർബാനയുണ്ട്, കുടുംബ പ്രാർത്ഥനയുണ്ട്, ജപമാല കുടുംബ പ്രാർത്ഥനയുണ്ട്, കുർബാനയുണ്ട്, വചന വായനയുണ്ട്. അപ്പോൾ ശ്വാസോച്ഛ്വാസമുണ്ട്, അത്രയേ ഉള്ളൂ കാര്യങ്ങൾ. അത് വർക്കൗട്ട് ചെയ്യത്തില്ല. എന്തു ചെയ്യും? പ്രതിരോധം നഷ്ടപ്പെട്ട കാരണം നമ്മൾ ഈ കാരുണ്യപ്രവൃത്തി പ്രതിരോധമാണ് ഉച്ചരിക്കുന്നത്. പ്രതിരോധം നഷ്ടപ്പെട്ട കാരണം നമുക്ക് സെക്യൂരിറ്റി പോകും. ഇപ്പം നമുക്ക് നമ്മുടെ ബോഡിയിൽ വേറെ അണുക്കൾ കയറാതിരിക്കാൻ വേണ്ടി നമ്മുടെ ബോഡിയിൽ തന്നെ പ്രതിരോധ അണുക്കളുണ്ടല്ലോ, അതിനെ ബൂസ്റ്റ് ചെയ്യാനാണല്ലോ നമ്മൾ ഓരോ ഭക്ഷണമൊക്കെ കഴിക്കണത്. അപ്പം അത് കാരുണ്യപ്രവൃത്തി അതിൻ്റെ അകത്തുള്ളത്. അപ്പം കാരുണ്യപ്രവൃത്തിയിൽ പ്രതിരോധം ഇല്ലാഞ്ഞ കാരണം ഓട്ടോമാറ്റിക്കായിട്ട് എന്ത് സംഭവിച്ചു? ഇങ്ങനെ വെൽ ടു ഡു ഫാമിലി ആയിരിക്കുന്ന ആളുകളുടെ ജോലി അങ്ങോട്ട് നഷ്ടപ്പെട്ടു. ജോലി നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ ഓരോരുത്തരുടെ ട്രേഡും കരിയറും അനുസരിച്ചുള്ള പ്രൊഫഷൻ നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ ലെഫ്റ്റ് ഇൻ ദി എയറാണ്. ഒരു പിടിയും ഇല്ലാതെ ഇങ്ങനെ അന്തരീക്ഷത്തിൽ അപ്പം തടിയെ പോലെ പറന്ന് നടക്കും. അപ്പം സംഗതി ജോലി നഷ്ടപ്പെട്ട് കുടുംബം അപ്പടെ കുളമായി. അപ്പം പിന്നെ എന്ത് ചെയ്ത് രണ്ടുപേരും നാട്ടിൽ നിന്ന് അവിടെ നിന്ന് തിരിച്ചു പോന്നു, നാട്ടിലേക്ക് പോന്നു. നാട്ടിലേക്ക് വന്ന സമയത്ത് അവർ കാരിങ്ങുമായി, അവർ ഗർഭിണിയുമായി. പിന്നെ ഉടമ്പടിയിൽ ഇപ്പോൾ ഒരു കുഞ്ഞൊക്കെ ആകാൻ പോകുന്നു. പിന്നെ ജോലി നഷ്ടപ്പെട്ടു. പണ്ട് ജോലി ചെയ്ത കാശ് കൊണ്ട് അത്യാവശ്യം അരിവയും മേടിച്ച് പോവുകയാണ്. ജീവിതം ഇങ്ങനെ നേരെ താഴേക്ക് വന്നില്ലേ. അപ്പോഴെന്താ അപ്പനും അമ്മയും പറഞ്ഞു, നിങ്ങൾ പോയി ഉടമ്പടി പുതുക്കാൻ പറഞ്ഞു. അപ്പനും അമ്മയും പറഞ്ഞ് നിങ്ങൾ പോയി ഉടമ്പടി പുതുക്കെന്ന് പറഞ്ഞു. അവർ വന്ന് ഉടമ്പടി പുതുക്കി, രണ്ടാമത് ഉടമ്പടി ക്ലാസ്സെല്ലാം കൂടി ഉടമ്പടി പുതുക്കി. ഇപ്പോൾ അവർക്ക് സമയമുണ്ട്. ഈ വിദേശ രാജ്യത്തുള്ളൊരു കുഴപ്പമെന്ന് പറയണത്, ഇപ്പോൾ ഞാനൊരു സ്ഥലത്ത് ചെന്നപ്പോൾ എവിടെയാണോ ഷാർജയിൽ ധരിപ്പിക്കാൻ ചെന്നപ്പോൾ ഒരു വീട്ടിൽ താമസിച്ചു. അപ്പോൾ അവർ എന്നോട് പറയാണ്, ഭാര്യയും ഭർത്താവുമാണ്, ഞങ്ങൾ തമ്മിൽ നേരിട്ട് കണ്ട് 1 മാസമായെന്ന്. നമുക്കതിന് അത്ഭുതപ്പെടാം. അവർ തമ്മിൽ നേരിട്ട് ഒരു വീട്ടിൽ താമസിക്കുകയാണ്. അവർ തമ്മിൽ എന്താ കാര്യം വെച്ചാൽ ഭാര്യയ്ക്ക് നൈറ്റ് ഷിഫ്റ്റ്, ഇയാൾക്ക് ഡേ ഷിഫ്റ്റാണ്. ഇയാൾ വരുമ്പോൾ 1 മണിക്കൂർ മുമ്പ് ഭാര്യ പോകും, ഭാര്യ വരണതിന് 1 മണിക്കൂർ മുമ്പ് ഇയാൾ പോകും. അതന്നെ അവസ്ഥ വരണത്. അപ്പം അങ്ങനെ തമ്മിൽ കാണുന്നില്ല, സംസാരിക്കുന്നില്ല, അങ്ങനെ. അപ്പോൾ അതിനിടയ്ക്ക് പ്രാർത്ഥനാ ജീവിതമൊക്കെ സ്വാഹ. അപ്പം അങ്ങനെ വരുമ്പോൾ ഭയങ്കര ഇപ്പം അതെല്ലാം മാറി. ഇവർക്ക് ഇപ്പോൾ വീട്ടിൽ വന്ന് നിന്ന് ഒരു കുഞ്ഞൊക്കെ ഉള്ള കാരണം ഒരിടത്തും പോണില്ല. പിന്നെ അങ്ങനെ വന്നപ്പോൾ കുറച്ച് സമയമൊക്കെ കിട്ടിയപ്പോൾ അപ്പനമ്മയും പറഞ്ഞ്, നിങ്ങളിനി രക്ഷപ്പെടണമെന്നുണ്ടെങ്കിൽ ഉടമ്പടി പുതുക്കണമെന്ന് പറഞ്ഞു. അവർ ഭാര്യയും ഭർത്താവും വന്ന് ഉടമ്പടി ആത്മാർത്ഥമായിട്ട്, ഇവർ രണ്ടുപേരും ബേസിക്കായിട്ട് നല്ല കക്ഷികളാണ്. അവർക്കങ്ങനെ വീണ് പോയാൽ പിന്നെ ഒത്തിരി തിരിച്ച് നടക്കേണ്ട കാര്യമില്ല. അവരെ ബേസിക്കായിട്ട് ഒരു കാത്തലിക് സ്പിരിറ്റുള്ള ആൾക്കാരെ കാരണം വീണ് കഴിഞ്ഞാൽ അവർക്ക് അല്പം നടക്കുമ്പോൾ തന്നെ ആ സ്പോട്ടിലെത്തും. അവർ ചെറുക്കെ വീണ് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ മണിക്കൂറോളം കിലോമീറ്ററോളം നടന്ന് തിരിച്ച് നടക്കേണ്ടി വരും. ഇതങ്ങനെ അത്രയില്ല. അവർ വന്നു, അവർ ക്ലാസ്സെല്ലാം കേട്ടു. ക്ലാസ്സെല്ലാം കേട്ട് അവർക്ക് മനസ്സിലായി ഇതിനകത്ത് ഇവാഞ്ചലൈസേഷനാണ് എക്സ്ട്രാ ഉള്ളത്. തങ്ങളത് ചെയ്തിട്ടില്ല. വിശ്വാസ കൈമാറ്റമാണ് എക്സ്ട്രാ ഉള്ളത്. അത് ദൈവസ്നേഹത്തോടെ ചെയ്യേണ്ടതാണ്. തങ്ങളത് ചെയ്തിട്ടില്ല. അപ്പോൾ തങ്ങളത് ചെയ്യാൻ തീരുമാനിച്ചു. അപ്പോൾ രണ്ടുപേരും ഹൈലി എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ആൾക്കാരാണ്. അപ്പോൾ കാര്യങ്ങൾ ഒറ്റ പ്രാവശ്യം പറഞ്ഞാൽ അവർക്ക് കാര്യങ്ങളെല്ലാം ഓടിത്തിരിയോ, ഒന്ന് ചെയ്യൂ അല്ലെങ്കിൽ ചെയ്യത്തില്ല. എഡ്യൂക്കേഷൻ കൂടിക്കഴിഞ്ഞാലുള്ള ഒരു ഗുണം അതാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ഒന്നെങ്കിൽ ചെയ്യും അല്ലെങ്കിൽ ചെയ്യത്തില്ല. തന്നിൽ ഒന്നേ ഉള്ളു. ചിലരെന്ത് വെച്ച് കഴിഞ്ഞാൽ അവർ ചെയ്തെന്ന് വരുത്തി തീർക്കും, ചെയ്തതും ചെയ്യാത്തതും ചെയ്ത ഒരുപോലെയാകും. അങ്ങനെ ചെയ്യണ കുറേ ആൾക്കാരും ഉണ്ട്. അപ്പോൾ അതൊക്കെ എല്ലാം കറക്റ്റ് ചെയ്യണം. എനിക്ക് ഇപ്പോൾ മനസ്സിലായിരിക്കണ ഒരു കാര്യം, എൻ്റെ സഹോദരങ്ങളെ, ഉടമ്പടി ദൈവത്തെ ബോധ്യപ്പെടുത്താൻ നിങ്ങൾ ഉടമ്പടിയിലാണെന്നുള്ളത്. അപ്പോൾ സിമ്പിളാണ് ഉടമ്പടി. എൻ്റെ സഹോദരങ്ങൾ ഉടമ്പടിയിലാണെന്നുള്ളത് ദൈവത്തെ ബോധ്യപ്പെടുത്തണം. നിങ്ങൾക്ക് ഒരു കാര്യം രഹസ്യം അറിയാമല്ലോ. കാര്യം നിങ്ങൾ എഴുതി വച്ചേക്കുന്ന കാര്യങ്ങളൊന്നും ദൈവത്തിന് ഒരു സെക്കൻഡ് ടൈമേ ഉള്ളൂ ഇതിനാവശ്യം. വാരിക്കെട്ടെടുത്ത് ഇത്തരം വിഷയത്തിൻ്റെ ഒരു കാര്യം ദൈവം ഒന്ന് മനസ്സിൽ വെച്ചാൽ മതി. ആ സെക്കൻഡിന് ഇതെല്ലാം പിക്ചർ മൊത്തം മാറും. പക്ഷേ എൻ്റെ മക്കളെ ദൈവം മനസ്സിൽ വെപ്പിക്കണം. നിങ്ങൾ ഇപ്പം കഴിഞ്ഞ ഇന്ന് വെളുപ്പിനെ ഉണ്ടല്ലോ,
വെളുപ്പിന് ഞാൻ ബൈബിൾ എടുത്തപ്പോൾ എനിക്ക് കിട്ടിയ വചനം, നിങ്ങളെ പ്രതിയാണ് ഞാൻ പ്രാർത്ഥിച്ചതെന്ന് ഓർക്കണം. അപ്പോൾ പറയണം, ഈ എബ്രഹാം പറഞ്ഞൊരു കാര്യമാണ്, നിങ്ങൾ റബ്ബേക്ക ഇസഹാക്കിന് വേണ്ടി ഒരു വൈഫിനെ കണ്ടെത്താൻ വേണ്ടി എബ്രഹാം ദൂതനെ വിടണ ഭാഗമാണ്. അപ്പോൾ എബ്രഹാത്തിനോട് ദൂതൻ ഉടമ്പടി ചെയ്യും. എബ്രഹാം ദൂതനോട് ഉടമ്പടി ചെയ്യും. എന്തിനാണ്? ഈ വൈഫിനെ കണ്ടെത്താൻ വേണ്ടിയുള്ള ടേംസ് ആൻഡ് കണ്ടീഷൻസ് പറയും. അപ്പോൾ ഞാൻ കണ്ടെത്തുന്ന സ്ത്രീ ഇങ്ങോട്ട് എൻ്റെ കൂടെ വരാൻ മനസ്സില്ലെങ്കിൽ ഞാൻ നിങ്ങളുടെ മകനെ ആ നാട്ടിലോട്ട് കൊണ്ടുപോകട്ടെ എന്ന് ചോദിക്കുമ്പോൾ പറയും, എബ്രഹാം പറയും നോ എന്ന് പറയും. നോ എന്ന് പറയും. അത് സീരിയസാണ്. ഞാൻ കളഞ്ഞു വിട്ടുപോണ നാട്ടിലോട്ട് എൻ്റെ മകനെ നിങ്ങളെ, ഇതാണ് ഇന്നത്തെ സന്ദേശം. ഇന്ന് വെളുപ്പിനെ നിങ്ങളോട് എന്ത് പറയണമെന്ന് കർത്താവിനോട് ചോദിച്ചപ്പോൾ കർത്താവ് എന്നോട് പറഞ്ഞതാണ്. അത് എവിടെയാ? 24:5-6 ഉൽപ്പത്തി 24:5-6 ശ്രുതികണ്ട. ഹല്ലേലൂയ, 24:5 മുതലുള്ള തിരുവചനങ്ങൾ. അപ്പോൾ ദാസൻ ചോദിച്ചു, ആ സ്ത്രീക്ക് പറഞ്ഞേ, ആ സ്ത്രീക്ക് എന്നോട് കൂടെ ഈ നാട്ടിലേക്ക് പോരാൻ ഇഷ്ടമില്ലെങ്കിലോ അങ്ങ് വിട്ടുപോകുന്ന നാട്ടിലേക്ക് അങ്ങയുടെ മകനെ ഞാൻ കൊണ്ടുപോകണമോ? അബ്രഹാം പറഞ്ഞു, എന്റെ മകനെ അങ്ങോട്ട് കൊണ്ടുപോകരുത്. എന്റെ പിതാവിന്റെ വീട്ടിൽ നിന്നും ചാർച്ചക്കാരിൽ നിന്നും എന്നെ പുറത്തു കൊണ്ടുവന്നവനും എന്നോട് സംസാരിച്ചവനും നിന്റെ സന്തതികൾക്ക് ഈ ഭൂമി ഞാൻ തരുമെന്ന് വാഗ്ദാനം ചെയ്തവനുമായ ആകാശത്തിന്റെ ദൈവമായ കർത്താവ് തന്റെ ദൂതനെ നിനക്ക് മുമ്പേ അയക്കും. നീ അവിടെ നിന്ന് എന്റെ മകന് ഒരു ഭാര്യയെ കണ്ടെത്തുകയും ചെയ്യും. ദൈവ മനുഷ്യരും ദൈവജീവിതവും എന്നൊക്കെ പറയുന്നത് വ്യത്യസ്തമായൊരു ജീവിതമാണ്. എന്താ പറയണത്? എന്നോട് എൻ്റെ ചാർച്ചക്കാരിൽ നിന്നും എൻ്റെ മാതാപിതാക്കന്മാരിൽ നിന്നും അവരുടെ പ്രത്യേക ദൈവമില്ലാത്തൊരു ജീവിതത്തിൽ നിന്നും എന്നെ തിരിച്ചു കൊണ്ടുപോകുന്ന ദൈവം തൻ്റെ ദൂതനെ നിൻ്റെ കൂടെ അയക്കും. ആ സ്ത്രീ നീ കണ്ടെത്തുന്ന, എൻ്റെ മകന് വേണ്ടി ജീവിത പങ്കാളി നീ കണ്ടെത്തുന്ന സ്ത്രീ നിൻ്റെ കൂടെ വരും. അതാണ് വിഷയം. അതായത് ഉടമ്പടിയിലുള്ള വിശ്വാസമാണത്. എബ്രഹാം ഉടമ്പടിയിൽ ഉടമ്പടി ഒരു വിശ്വസ്തതയുടെ ട്രാൻസാക്ഷൻ ആണെങ്കിലും ആ ഉടമ്പടിയിൽ നമുക്കൊരു വിശ്വാസം ഉണ്ടാകണം. ആര്? ഇപ്പം ഞാൻ ഉടമ്പടി എടുത്തതാണ്. കഴിഞ്ഞ ദിവസത്തെ അശ്വതര സാക്ഷ്യം കേട്ടില്ലേ? കർത്താവേ, എനിക്കാകപ്പാടെ ആസ്തിയുള്ളത് നിന്നോട് ചെയ്ത ഉടമ്പടി മാത്രമാണ്. അതാ സംഭവം. ഉടമ്പടിയിൽ വിശ്വസിക്കണം നമ്മൾ. കാര്യം എന്താണ്? വാഗ്ദാന പ്രകാരമാണ് ദൈവം ഇവനെ വിളിച്ചുകൊണ്ട് പോകുന്നത്. എന്ന് പറഞ്ഞാൽ നീ പറയണതൊന്നും അല്ല കാര്യം. ആ സ്ത്രീ നിൻ്റെ കൂടെ പോരാതിരിക്കത്തില്ല. എന്താ കാര്യം? എൻ്റെ കർത്താവിൻ്റെ ഉടമ്പടിയിലാണ് ഞാൻ ജീവിക്കണത്. അതുകൊണ്ട് അവൾക്ക് പോരാതിരിക്കാൻ പറ്റത്തില്ല. പോന്നില്ലെങ്കിലോ? അപ്പോൾ എബ്രഹാം പറയും, പോന്നില്ലെങ്കിലും എൻ്റെ മകനെ ഞാൻ വിട്ടുപോകുന്ന സ്ഥലത്തേക്ക് എൻ്റെ മകനെ നീ തിരിച്ചു കൊണ്ടുപോകരുത്. അതാണ് എപ്പോഴും വളരെ വിഷയം. അതാണ് ഈ പട്ടി സഞ്ചരിക്കുമ്പോഴേ, പട്ടി പോണ കണ്ടില്ലേ? നമ്മുടെ കൂടെ വരുമില്ല, പള്ളിയിലൊക്കെ വരുത്തില്ലേ അല്ലേ? അവൻ മുമ്പിൽ ചിലപ്പോൾ പുറകിലേ പിടിക്കത്തുള്ളൂ. എന്താ കാര്യം? അവൻ കാണും തെങ്ങും മുട്ട മുഴുവൻ മൂത്രം ഒഴിച്ചേ വരത്തുള്ളൂ. അവന് കാണുന്ന എന്തിനാണ് കാര്യം? ഈ വീട്ടുകാരൻ നഷ്ടപ്പെട്ടാലും അതിൻ്റെ മൂത്രത്തിന് മണം പിടിച്ച് അവൻ്റെ വീട്ടിൽ പോകണം. പട്ടിക്ക് വളരെ കാൽക്കുലേഷൻ ഉണ്ട്. അതുകൊണ്ടാണ് കാണുന്നിടത്ത് എല്ലാം കാല് പൊക്കി മൂത്രം ഒഴിച്ചുകൊണ്ട് പോകണത്. ഈ കാല് പൊക്കി മൂത്രം ഒഴിക്കണ പട്ടികളെപ്പോലെ ആയിരിക്കരുത് ഉടമ്പടി. തിരിച്ചു പോകണമെന്ന് വിചാരിക്കരുത്. ഇറ്റ്സ് വെരി സീരിയസ് തിങ്. എന്ന് വെച്ചാൽ നമ്മൾ ഉടമ്പടി കഴിയുമ്പോൾ നമ്മൾ വിട്ടുപോകുന്ന പലരുടെയും കുഴപ്പങ്ങൾ അതാണ്.
എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ 90 ദിവസം മാത്രമല്ലേ ഉള്ളൂ, 90 ദിവസം കഴിയുമ്പോൾ പിന്നെ 5:30 എഴുന്നേക്കേണ്ട കാര്യമില്ലല്ലോ. അതാണ് സംഭവം. ഉടമ്പടി 90 ദിവസം മാത്രമല്ലേ ഉള്ളൂ. എങ്ങാനും ഒരു 90 ദിവസം കൂടെ ഒപ്പിച്ചെടുത്തു കഴിഞ്ഞാൽ പിന്നെ 5:30 എഴുന്നേക്കണ്ട, ഇഷ്ടംപോലെ കിടന്ന് ഉറങ്ങാവല്ല. അത് പടിനീളെ മൂത്രം ഒഴിക്കണ പോലെ ഇരിക്കും. മനസ്സിലായില്ലേ? തിരിച്ചു പോകുന്നു. ഉടമ്പടിയിലെ പ്രധാനപ്പെട്ട കണ്ടീഷൻസ് എന്താണ്? നീ പോകുന്ന ലക്ഷ്യം സാധിച്ചില്ലെങ്കിലും നീ ഉടമ്പടിയിൽ നിന്ന് തിരിച്ചു പോരരുത്. ഈ കൊടുത്ത പോയിന്റ് മനസ്സിലായില്ലേ? അതാ ഒന്നുകൂടി വായിച്ച ഭാഗം, ഒന്നുകൂടി വായിച്ചേ. അബ്രഹാം പറഞ്ഞു, എന്റെ മകനെ അങ്ങോട്ട് കൊണ്ടുപോകരുത്. 24:8 എന്നാൽ ആ സ്ത്രീക്ക് നിന്നോട് കൂടെ പോരാൻ ഇഷ്ടമില്ലെങ്കിൽ എന്റെ ഈ ശബദത്തിൽ നിന്ന് നീ വിമുക്തനാണ്. എന്റെ മകനെ അങ്ങോട്ട് തിരികെ കൊണ്ടുപോകരുതെന്ന് മാത്രം. ഇത് എൻ്റെ മക്കൾ വളരെ സീരിയസ്. ഇന്ന് വെളുപ്പിനെ ഈശോ നിങ്ങളോട് പറയാൻ വേണ്ടി പറഞ്ഞതാണ്. എന്താ കാര്യം? ഉടമ്പടിയുടെ വിഷയം നിയോഗം നിറവേറിയില്ലെങ്കിലും, ഉടമ്പടി എന്താണ്? എബ്രാഹത്തിന് ഇസഹാക്കിന് മകളെ കണ്ടെത്താൻ ഇസഹാക്കിന് നാട്ടിലോട്ട് പോവുകയാണ്. സ്വന്തം രക്തത്തിൽ നിന്ന് ജീവിത പങ്കാളെ കണ്ടെത്താൻ കഴിയുകയാണ്. അപ്പം വൃത്തം ചോദിക്കണത് എന്താണ്? അവൾക്ക് എൻ്റെ കൂടെ ഇങ്ങോട്ട് ഇത്രയും അകലെ വരാൻ താല്പര്യമില്ലെങ്കിലും എന്താ പറയുക, ഇവൻ കെട്ടാതെ നിന്നാലും കുഴപ്പമില്ല. അതാണ് ആ ലൈൻ പോണ പോക്കുണ്ടല്ലേ. ഇവൻ കെട്ടാതെ നിന്നാലും കുഴപ്പമില്ല, എൻ്റെ മകനെ ഞാൻ വിട്ടുപോകുന്ന സ്ഥലത്തേക്ക് നീ തിരികെ കൊണ്ടുപോകരുത്. വളരെ സീരിയസ് ആയിട്ടുള്ള വെർഡിക്റ്റാണ്. ഇതൊരു നിലപാടിൻ്റെ ഒരു ഭാഗമാണ്. നിൻ്റെ ഉടമ്പടി നിയോഗം ചില കാര്യങ്ങൾ ദൈവഹിതമാണെന്ന് വിചാരിച്ചു. ഇപ്പം നീ കൊച്ചുണ്ടാകാൻ വേണ്ടിയാണ് ഉടമ്പടി വെച്ചിരിക്കുന്നത്. എനിക്കാണെങ്കിൽ ഉടമ്പടിയിൽ ഒരു സംശയമില്ലാത്ത ഒരാളാണ്. എന്നുവെച്ചാൽ ഞാൻ ഉടമ്പടിക്ക് മുമ്പൊരു കാലഘട്ടത്തെ ഫേസ് ചെയ്ത ആളാണ്. 84 തുടങ്ങി. അച്ഛനായത് 85-ലാണെങ്കിലും ധ്യാനം ഞാൻ തുടങ്ങിയത് 84-ലാണ്. അന്ന് തൊട്ട് ഇന്ന് വരെ ധ്യാനഗുരുവാണ്. പക്ഷെ എന്താ പ്രശ്നം എന്ന് പറയണത്, ഈ കാലങ്ങളിൽ ഉപയോഗിച്ചിരിക്കുന്ന മെഷീനറികളെല്ലാം എനിക്കറിയാം. ഉടമ്പടി വന്നപ്പോൾ ഉണ്ടായിരുന്ന ഡിഫറൻസ് എനിക്കറിയാം. ഉടമ്പടി വന്നപ്പോൾ ഡിഫറൻസ് 3 ഇരട്ടിക്ക് കൂടുതലാണ്. ഇത് ടൈം ഷോർട്ടണിങ് എന്ന് പറയുന്നത് പണ്ടാര ടൈം ഷോർട്ടണിങ് ആണ്. പെട്ടപ്പെടാന്നിങ്ങനെ. ഇപ്പം ഈ മെർലിനൊക്കെ പറഞ്ഞത് എന്താണെന്നറിയാമോ? ഞാൻ ഉടമ്പടി പുതുക്കി ഉടമ്പടി പ്രകാരം അതിൻ്റെ കാരുണ്യ പ്രവൃത്തികൾ ചെയ്ത് ഞാൻ എന്താ ചെയ്തത്, എൻ്റെ ദശാംശം തന്നെ ഞങ്ങൾ എടുത്തിട്ട് വീടില്ലാത്തവർക്ക് കൊടുക്കും. ജീസസ് പോലുള്ള ആത്മീയ സംഘടനകൾക്ക് അവർക്ക് ശുശ്രൂഷ കൂടാൻ കൊടുക്കും. അതുപോലെ തന്നെ എന്നെപ്പോലൊരു കുഞ്ഞ് എൻ്റെ വീടിൻ്റെ അടുത്ത് ജനിച്ചിട്ടുണ്ട്. എനിക്ക് കുഞ്ഞിനെ കിട്ടിയ പോലെ തന്നെ ഒരു പാവപ്പെട്ട കുടുംബത്തിൽ ഒരു സ്ത്രീ ഗർഭം ധരിച്ചു. അപ്പം ഞാൻ അവളെ പോയി കണ്ടിട്ട് എനിക്ക് എൻ്റെ കുഞ്ഞിനെ വളർത്താനുണ്ടായിരുന്ന ചിലവ് എന്തുമാത്രമാണെന്ന് എനിക്കറിയാം. ഞാൻ അത്രയും ആ കൊച്ചിനെ ഞാൻ ദത്തെടുത്ത്. അവർ പാവപ്പെട്ടവരാണ്. അതുകൊണ്ട് ആ കൊച്ചിനെ ഞാൻ ദത്തെടുത്ത് അവൾക്കുണ്ടായിരുന്ന ചിലവ് ഞാൻ വഹിച്ചു ആ കാലങ്ങളെല്ലാം. അങ്ങനെ മനുഷ്യ ഉടമ്പടി ചെയ്യണത്. അവർ തിരിച്ചു വന്നപ്പോൾ ഒരു വല്ലാത്ത ഒരു 1.5 വരവായിപ്പോയി. ഭാര്യയും ഭർത്താവും. അതുപോലെ തന്നെയാണ് സുവിശേഷ വേലയും. ഇപ്പം എന്താ സംഭവിച്ചതെന്നറിയാമോ? അങ്ങനെ വന്നപ്പോൾ നടക്കണമെന്ന് സംഭവിച്ചത്, നമ്മളെ ഉടമ്പടിയോട് വിശ്വസ്തരാണെന്ന് ദൈവത്തിന് തോന്നിക്കഴിഞ്ഞാൽ ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. നാളുകളിൽ എൻ്റെ ആത്മാവിനെ ഞാൻ എല്ലാവരിലും വർഷിക്കും. ഹല്ലേലൂയ ഹല്ലേലൂയ. മഹത്വം മഹത്വം ആരാധന ഹല്ലേലൂയ. Yes.
പ്രാർത്ഥിക്കണമേ.